ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. വാഗീശാദ്യാസുമനസ സർവാർത്ഥാനാമുപക്രമേ യം നത്വാ കൃതകൃത്യാസ്യുഃ തം നമാമി ഗജാനനം. ദോർഭിര്യുക്താ ചതുർഭിസ്ഫടികമണിമയീമക്ഷമാലാം ദധാന, ഹസ്തേനൈകേന പദ്മം സിതമപി ച ശുകം പുസ്തകം ജാപരേണ, ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാഭാസമാനാ സമാനാ, സാ മേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്ന. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര, ഗുരുസാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം, നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം, ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ, പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘേതേ ഗിരിം, യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം, കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം, വാതാലയേശമനിശം ഹൃദി ഭാവയാമി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതാമൃത സത്രവേദിയിൽ എത്തിയിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഭാഗവത ഗംഗ നിരന്തരമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നിങ്ങളുടെ മുമ്പിൽ ഭഗവത് കഥകളെ അനുസ്മരിക്കാനുള്ള ഒരു അവസരം ലഭിച്ചതിന് മള്ളിയൂർ ശ്രീ മഹാഗണപതിയോടും അതുപോലെ എല്ലാ ദേവീദേവന്മാരോടും ഭാഗവതഹംസം മള്ളിയൂർ തിരുമേനിയുടെ പാദങ്ങളിലും നമസ്കരിച്ചുകൊണ്ട് ആരംഭിക്കാം. നവമസ്കന്ധം ഈശാനുകഥ എന്നുള്ള ലക്ഷണത്തെക്കുറിച്ച് അനുസ്മരിക്കാനാണ് എനിക്ക് ഉള്ള വിഷയം. എട്ടാമത്തെ സ്കന്ധത്തിൽ മന്വന്തരങ്ങളെക്കുറിച്ച് പറഞ്ഞു. മന്വന്തരങ്ങളിൽ കൂടി സദ്ധർമ്മം എങ്ങനെയാണ് ലോകത്ത് നിലനിർത്തേണ്ടത് എന്നതിനെക്കുറിച്ച് പ്രധാനപ്പെട്ട കഥകളിൽ കൂടിയൊക്കെ ബോധ്യപ്പെടുത്തി. അഷ്ടമസ്കന്ധത്തിൻ്റെ ആരംഭത്തിലെ 4-ാമത്തെ മന്വന്തരത്തിലുണ്ടായ ഗജേന്ദ്രമോക്ഷം ചരിത്രത്തിൽ കൂടി നാരായണ അഖിലഗുരോ ഭഗവൻ നമസ്തേ, അഖിലഗുരുവായിരിക്കുന്ന ശ്രീനാരായണൻ്റെ പാദത്തിൽ നമസ്കരിച്ചാൽ നമ്മൾക്ക് ഈ ശരീരമാണ് ഞാൻ എന്നുള്ളതായ അജ്ഞാനം തീർത്ത് ഭഗവാനും ഭക്തനും ഒന്ന് തന്നെ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ള ആ കാര്യം ബോധ്യപ്പെടുത്തി. കാരണം രണ്ടുപേരെയും തൻ്റെ ആനയുടെ സ്വരൂപത്തിൽ നിന്ന് ഭഗവാൻ തൻ്റെ സ്വരൂപത്തിലേക്കാണ് മാറ്റിയത്. ആ ചരിത്രം കേട്ടു. അതുപോലെ ഹരിസ്മൃതി സർവവിപത് വിമോക്ഷണം എന്നുള്ള തത്വത്തെ പാലാഴിമഥനത്തിൽ കൂടി ഓരോരോ സങ്കടങ്ങൾ വന്ന സമയത്തൊക്കെ ദേവന്മാർ ഭഗവാനെ പ്രാർത്ഥിച്ചു. അപ്പോഴൊക്കെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായി എന്നുള്ള ചരിത്രം പറഞ്ഞു.
അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വാമനാവതാര ചരിത്രത്തിൽ കൂടി തൻ്റെ മുത്തശ്ശനായ പ്രഹ്ലാദന് ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്നുള്ള ഭക്തിയുടെ 9 മാർഗത്തെ പറയാൻ സാധിച്ചു. എങ്കിലും തൻ്റെ പൗത്രനായപ്പോഴാണ് അത് പൂർണ്ണമായിട്ടും ഭഗവാന് ഞാനെന്നും എൻ്റേതെന്നുള്ളതുമായ ഭാവത്തെ മുഴുവൻ സമർപ്പിച്ച് ബലി എന്നുള്ള പേര് മാറി മഹാബലി എന്നുള്ള അതിലേക്ക് എത്തിച്ചേർന്നു. ഇങ്ങനെ അഷ്ടമസ്കന്ധത്തിൽ കൂടി സദ്ധർമ്മങ്ങളെയൊക്കെ പറഞ്ഞതിന് ശേഷം നവമസ്കന്ധത്തിൽ ഈശാനകഥ എന്നാണ് അതിൻ്റെ ലക്ഷണം പറഞ്ഞത്. എന്താണ് ഈശാനകഥ? അതിൽ നവമസ്കന്ധം, ഈ നവമസ്കന്ധം എന്ന് പറഞ്ഞാൽ ഭാഗവതത്തിൽ പല സ്ഥലത്തും കാണാം അനവമഹ എന്നുള്ളൊരു പ്രയോഗം. ഭഗവാന്റെ ഗൃഹസ്ഥാശ്രമത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഏകൈകശസ്താ കൃഷ്ണസ്യ പുത്രാൻ ദശദശാബല അജീജനൻ അനവമാൻ പിതു സർവാത്മസമ്പദ എന്ന് ഭഗവാന്റെ ഓരോ പത്നിമാരും ഭഗവാനിൽ നിന്ന് 10 ആൺകുട്ടികളെയും ഓരോ പെൺകുട്ടികളെയും ജനിപ്പിച്ചു എന്ന് പറയുന്നു. അവിടെ അനവമാൻ എന്നുള്ളൊരു പ്രയോഗമുണ്ട്. അനവമം എന്ന് പറഞ്ഞാൽ ഒട്ടും കുറവില്ലാത്തതെന്നർത്ഥം. അപ്പോൾ ഭഗവാനെപ്പോലെ തന്നെയാണ് ഭഗവാന്റെ 10 പുത്രന്മാരും. പ്രദ്യുമ്നനായാലും സാമ്പനായാലും അവരൊന്നും പരാക്രമത്തിലോ തേജസ്സിലോ ഒരു കാര്യം കൊണ്ട് മോശമല്ല എന്നർത്ഥം. അപ്പോൾ നവമസ്കന്ധം എന്ന് പറഞ്ഞാൽ ഭഗവാൻ ദശമസ്കന്ധം പോലെ തന്നെ ഇല്ലെങ്കിലും കുറച്ച് കുറവാണെങ്കിലും അതിലേക്ക് എത്താനുള്ളതായ ഒരു അല്പം താഴെ നിൽക്കുന്നതാണ്. പക്ഷേ എങ്കിലും ഒട്ടും കുറവല്ല കേട്ടോ. കാരണം ശ്രീരാമൻ്റെയും പരശുരാമൻ്റെയും ഒക്കെ ചരിത്രങ്ങൾ, സൂര്യവംശത്തിൻ്റെയും ചന്ദ്രവംശത്തിൻ്റെയും ഒക്കെ ചരിത്രങ്ങൾ വിസ്തരിച്ച് പറയുന്നത് മുഴുവൻ ഈ നവമസ്കന്ധത്തിലാണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാം ദശമസ്കന്ധം പോലെ തന്നെ പ്രാധാന്യമില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഭാഗവതത്തിൽ എല്ലാ ശ്ലോകങ്ങളും സ്വാദു സ്വാദു പദേ പദേ ഓരോന്നും അത്രയ്ക്ക് ശ്രവണ മധുരമാണ്, ആലോചന അമൃതമാണ്. അവതാരാനുചരിതം ഹരേശ്ചാസ്യാനുവർത്തിനാം സദാം ഈശകഥാ പ്രോക്താഹ നാനാഖ്യാനോപബ്രംഹിതാഹ എന്നാണ് അതിൻ്റെ ഈശാനകഥയിൽ ലക്ഷണം പറഞ്ഞത്. ഭഗവാന്റെ അവതാര ചരിത്രങ്ങളെയും അതുപോലെ ഭഗവാൻ ഭക്തന്മാരായിട്ടുള്ള ആൾക്കാരുടെയും പലതരത്തിലുള്ളതായ ഉപാഖ്യാനങ്ങൾ ആണ് ഈ നവമസ്കന്ധത്തിൽ പ്രസ്താവിച്ചിട്ടുള്ളത്. സൂര്യവംശ രാജാക്കന്മാരുടെ ചരിത്രമാണ് ആദ്യം വർണ്ണിക്കുന്നത്. അതിനുശേഷം അത് തന്നെയാണ് ചന്ദ്രവംശമായിട്ട് ചെറിയൊരു മാറ്റം സംഭവിച്ചത്. ആ ചന്ദ്രവംശ രാജാക്കന്മാരെയും ചരിത്രം വിസ്തരിച്ച് പറയുന്നു. എന്തിനാണ് ഇത്രയധികം രാജാക്കന്മാരെ കഥ വിസ്തരിച്ച് പറയുന്നത് എന്ന് നമുക്ക് തോന്നാം. ചില കഥകളൊക്കെ അത്ഭുതമുള്ള, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് പോലും ജീവിതത്തിൽ പലപ്പോഴും കേട്ടിട്ടും അനുഭവിച്ചിട്ടുള്ളതുമായ പല ധർമ്മസങ്കടത്തിൽപ്പെട്ട സമയങ്ങളിലൊക്കെ ഈ രാജാക്കന്മാരും അതിൽ കൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് അവരെങ്ങനെയാണോ തൻ്റെ ഈശ്വര സേവ കൊണ്ട് ഭഗവാനെ ഉപാസിച്ചുകൊണ്ട് ആ ദുഃഖങ്ങളിൽ നിന്നൊക്കെ കരകയറിയത് എന്ന് വ്യക്തമാക്കുന്ന അത്ഭുത കഥകളാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. അത് നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഇതുപോലുള്ളതായ വലിയ വലിയ മഹാരാജാക്കന്മാർ പോലും അവരുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുണ്ടായപ്പോൾ ഭഗവാനെ ഉപാസിച്ചു. അതുകൊണ്ട് തന്നെ അവരെല്ലാം ആ സങ്കടങ്ങളെ തരണം ചെയ്തു. എങ്കിൽ നമ്മളും മറ്റൊന്നുമല്ല ചെയ്യേണ്ടത്. ഭാഗവതം എത്രയോ തവണ പറയുന്നു, യദ്യത് ആചരതി ശ്രേയാൻ ഇതരസ്തത്തദീഹതേ സ യൽ പ്രമാണം ഗുരുതേ ലോകസ്തദനുവർത്തതേ. യോഗ്യന്മാരായുള്ള ആൾക്കാരെ ഏതെല്ലാം കാര്യങ്ങളാണോ ആചരിക്കുന്നത് അതിനെ തന്നെയാണ് സാധാരണക്കാർ ചെയ്യുക. അവരേത് പ്രമാണമായിട്ട് സ്വീകരിക്കുന്നുവോ അതിനെ തന്നെയാണ് നമ്മളും പ്രമാണമായി സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സൂര്യവംശരാജാക്കന്മാരുടെയും ചന്ദ്രവംശരാജാക്കന്മാരുടെയും ഒക്കെ ഭക്തന്മാരായ രാജാക്കന്മാരുടെ ചരിത്രം വർണ്ണിച്ചത്. അതിൽ അഷ്ടമസ്കന്ധത്തിൻ്റെ അവസാനം
സത്യവ്രതൻ എന്ന് പറഞ്ഞ രാജാവിനെ ഭഗവാൻ മത്സ്യമൂർത്തിയായി അവതരിച്ച് അദ്ദേഹത്തിന് വേണ്ട വിജ്ഞാനം പകർന്നു കൊടുത്ത് അടുത്ത മന്വന്തരത്തിലെ മനുവാക്കി തീർന്നു. അതായത് ഇപ്പോഴത്തെ മന്വന്തരം വൈവസ്വത മന്വന്തരം എന്നാണ് അറിയപ്പെടുന്നത്. ആ മന്വന്തരത്തിലെ മനു ആയിത്തീർന്നു. അദ്ദേഹത്തിൻ്റെ പേര് ശ്രാദ്ധദേവൻ എന്നായിരുന്നു. ആ ശ്രാദ്ധദേവൻ, അദ്ദേഹത്തിൻ്റെ പത്നിയുടെ പേര് ശ്രദ്ധ എന്നായിരുന്നു. ആ വംശത്തെക്കുറിച്ച് അപ്പോൾ സൂര്യൻ്റെ മകനായിട്ട് ശ്രാദ്ധദേവൻ, അതിൽ നിന്ന് വരുന്ന പരമ്പരകളാണ് പിന്നീട് സൂര്യവംശമായിട്ട് തീർന്നത്. അതിനെക്കുറിച്ച് പറയുമ്പോൾ പറയാണ്, ശ്രാദ്ധദേവൻ എന്നുള്ള ആ മനു ശ്രദ്ധ എന്ന് പറഞ്ഞ തൻ്റെ പത്നിയിൽ 10 പുത്രന്മാരെ അദ്ദേഹം ഉൽപ്പാദിപ്പിച്ചു. അതിനു മുമ്പായിട്ട് ഈ 10 കുട്ടികൾ ഉണ്ടാകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് കുട്ടികളൊന്നുമില്ലാതിരുന്ന കാലത്ത് വസിഷ്ഠൻ മുതലായ വസിഷ്ഠൻ അദ്ദേഹത്തിൻ്റെ കുലഗുരുവാണ്. അവരെല്ലാവരും കൂടി ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് മിത്രാവരുണന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു യാഗം ചെയ്യുകയുണ്ടായി. അവിടെ യാഗത്തിൻ്റെ ഓരോരോ നടപടികൾ ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്ത് സാധാരണ രാജ്യം ഭരിക്കാൻ ഒരു ആൺകുട്ടിയാണല്ലോ ആവശ്യം. തനിക്കാണെങ്കിൽ തൻ്റെ വംശം നിലനിൽക്കണം, അതാണല്ലോ ആവശ്യം. അതുകൊണ്ട് ആൺകുട്ടി ഉണ്ടാവണമെന്ന് വിചാരിച്ചാണ് അവർ കർമ്മങ്ങളൊക്കെ ആരംഭിച്ചത്. എങ്കിലും ഇദ്ദേഹത്തിൻ്റെ പത്നിക്ക് പെൺകുട്ടി ഉണ്ടായാൽ കൊള്ളാം എന്ന് മോഹം തോന്നിയതാണ്. അപ്പോൾ ആ ശ്രദ്ധ എന്ന് പറയുന്ന പത്നി അവിടെ ഹോതാക്കളോട് ചെന്ന് ആവശ്യപ്പെട്ടു, എനിക്ക് പെൺകുട്ടി ഉണ്ടായാൽ കൊള്ളാമെന്നാണ് താല്പര്യം എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്ത് ചെയ്തു, ആ ഹോതാവ് പെൺകുട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ളതായ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടാണ് ഹവിസ് സമർപ്പിച്ചത്. അതിൻ്റെ ഫലമായിട്ട് പെൺകുട്ടിയാണ് ഉണ്ടായത്. അങ്ങനെ വന്ന സമയത്ത് ഈ മനുവിന് തീരെ സന്തോഷമായില്ല. മനു വസിഷ്ഠനോട് ചെന്ന് പറഞ്ഞു, എന്താണ് അല്ലയോ വസിഷ്ഠമുനെ, നിങ്ങളുടെ ഈ മുനിമാരുടെ അല്ലെ വേദവാദികളായ നിങ്ങളുടെയൊക്കെ പ്രവൃത്തികൾ ഇങ്ങനെ വിപരീതമായിട്ട് സംഭവിക്കാൻ കാരണം? ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ നിങ്ങൾക്കൊന്നും വേണ്ട പോലെ ആ കർമ്മത്തിൽ ശ്രദ്ധയില്ല അല്ലെങ്കിൽ എന്ന് വേണ്ടേ വിചാരിക്കാൻ എന്ന് ചോദിച്ചപ്പോൾ, നിങ്ങളൊക്കെ ആണെങ്കിൽ യൂയം മന്ത്രവിദോ യുക്താഹ തപസ ദഗ്ധകിൽബിഷാഹ, തപസ്സുകൊണ്ട് പാപങ്ങളൊക്കെ തീർത്ത ആൾക്കാരും അതുപോലെ മന്ത്രങ്ങളെല്ലാം അറിവുള്ള ആൾക്കാരായിട്ട് ഇങ്ങനെ സംഭവിച്ചത് എന്താണ് എന്നൊരു ആക്ഷേപമായിട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം ആലോചിച്ചു, ഇതെന്താ ഇങ്ങനെ വരാൻ കാരണം? അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഈ നമ്മൾ വിചാരിച്ചതിന് വിപരീതമായിട്ട് വരാൻ കാരണം ഞങ്ങളുടെ ഹോതാവ് സമർപ്പിച്ചതായ ഈ ദ്രവ്യത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിൻ്റെ, നമ്മൾ എന്ത് സങ്കല്പിച്ചാണോ ചെയ്യുന്നത് അതിനനുസരിച്ചല്ലേ ഫലം കിട്ടുള്ളൂ. ആ സങ്കല്പത്തിൻ്റെ വൈഷമ്യം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതല്ല, ഞങ്ങളാരും തെറ്റ് ചെയ്തതല്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ സാരമില്ല, നമുക്കൊരു പണി ചെയ്യാം, ഏതായാലും അങ്ങയ്ക്ക് ആൺകുട്ടി ഉണ്ടാവണമെന്നല്ലേ മോഹം എന്ന് പറഞ്ഞു. തഥാപി സാധയിഷ്യേതേ സുപ്രജാസ്ത്വം സ്വതേജസ, നല്ല തേജസ്സുള്ള ഒരു ആൺകുട്ടിയെ തന്നെ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് ആ ഉണ്ടായ പെൺകുട്ടി, ഇള എന്നായിരുന്നു ഉണ്ടായപ്പോൾ പേരിട്ടത്. ആ പെൺകുട്ടിയെ അദ്ദേഹം മടിയിൽ എടുത്തു വെച്ച് ചില മന്ത്രങ്ങളൊക്കെ ജപിച്ചപ്പോൾ അത് ആൺകുട്ടിയായി തീർന്നു എന്നാണ്. അങ്ങനെ ആൺകുട്ടിയായിരുന്ന സമയത്ത് സുദ്യുമ്നൻ എന്നാണ് പേരിട്ടത്. സുദ്യുമ്ന പുരുഷർഷഭ, യോഗ്യനായ ഒരു ആൺകുട്ടി ഉണ്ടായി. അങ്ങനെ രാജാവിന് സന്തോഷമായി. കാലം മുമ്പോട്ട് നീങ്ങി 10-16 വയസ്സ് പ്രായമുള്ളപ്പോൾ മറ്റ് മന്ത്രികുമാരന്മാരോടൊപ്പം നായാട്ടിനായിട്ട് പുറപ്പെട്ട് ഇദ്ദേഹം മേരു പർവ്വതത്തിൻ്റെ താഴെയുള്ളതായ ഇളാവൃതം എന്ന് പറഞ്ഞ ഒരു പ്രദേശത്ത് ചെന്ന് കയറാനിടയായി. അപ്പോൾ കുതിരപ്പുറത്ത് സഞ്ചരിച്ചിരുന്ന ഇവരെല്ലാം തസ്മിൻ പ്രവിഷ്ടയേവാസൗ സുദ്യുമ്ന പരവീര, ശത്രുക്കളെ മുഴുവൻ നിഗ്രഹിക്കാൻ വലിയ കെൽപ്പുള്ളതായ ഈ രാജകുമാരൻ ആ പ്രദേശത്തേക്ക് കയറിയോടുകൂടി അവശ്യ സ്ത്രീയം ആത്മാന്, തൻ്റെ സ്വരൂപമൊക്കെ ഇങ്ങോട്ട് മാറി താനൊരു സ്ത്രീയായി എന്ന് മനസ്സിലാക്കി. മാത്രമല്ല തൻ്റെ കുതിര പോലും ആത്മലിംഗ വിപരി, അതും സ്ത്രീയായിട്ട് പരിണമിച്ചു. ഈ വന്ന ആൾക്കാരെല്ലാവരും തന്നെ ഇളാവളത്തിൽ പ്രവേശിച്ചോടുകൂടി ആണുങ്ങളെല്ലാം പെണ്ണുങ്ങളാവുകയും ആ ആൺകുതിരകളെല്ലാം പെൺകുതിരകളായി തീർന്നു എന്ന് പറയുകയാണ്. അവർ ആ പാടെ വിഷമിച്ചു. ആർക്കും സന്തോഷം ഉണ്ടാവുന്ന കാര്യമല്ലോ. അവർ ദുഃഖിച്ചു. വീക്ഷമാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ട് എന്താ ചെയ്യുക, നമുക്ക് രാജ്യത്തേക്ക് തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ദുഃഖിച്ച് അവരെ കാട്ടിൽ തന്നെ കഴിഞ്ഞു. അപ്പോഴാണ് മഹാരാജാവ് പരീക്ഷിച്ച് ചോദിക്കുകയാണ്, അങ്ങനെ ഒരു സ്ഥലം ഉണ്ടാവുമോ?
അങ്ങനെ ആൾക്കാർ ചെന്നാൽ അവിടെ തൻ്റെ സ്ത്രീത്വത്തിലേക്ക് മാറുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അതെന്താ അങ്ങനെ വരാൻ കാരണം? ലോകത്ത് വേറൊരു സ്ഥലം അങ്ങനെ ഉള്ളതായിട്ട് കേട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അത് ശരിയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കുറേ മുനിമാരെല്ലാവരും കൂടി പരമേശ്വരനെയും ശ്രീപാർവതിയും കാണാനായിട്ട് എത്തിയ സമയത്ത് അവർ ഇളാവൃതത്തിൽ ഇരിക്കുന്ന സമയമായിരുന്നു. അവിടെ ലോകത്തിൻ്റെ ദിക്കുകളെ മുഴുവൻ പ്രകാശപൂരിതമാക്കുന്ന അത്ര തേജസ്സുള്ളതായി ഈ മുനിമാരെല്ലാവരും ചെന്ന സമയത്ത് ഇവിടെ ശ്രീപാർവതിയും ശ്രീപരമേശ്വരനും കൂടി കാമകേളികളിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയമായിരുന്നു. അങ്ങനെയുള്ളതായ അവരാ ശൃംഗാരലീലകൾ ആടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മുനിമാരെ കണ്ടപ്പോൾ ആകപ്പാടെ അവർക്ക് വിഷമമായി. ഭർത്തുരങ്കാൽ, പെട്ടെന്ന് തന്നെ ഭർത്താവിൻ്റെ മടിയിൽ നിന്ന് പാർവതി എഴുന്നേറ്റ് വസ്ത്രങ്ങളെല്ലാം നേരെയാക്കി. ആകപ്പാടെ അവർക്ക് മുനിമാർക്ക് വലിയ വിഷമമായി. ഈ സമയത്ത് വേണ്ടായിരുന്നു പ്രസംഗം രമമാണയോ, അവർ നല്ല സന്തോഷമായിട്ടിരിക്കുന്ന സമയത്ത് നമ്മളവിടെ ചെന്നത് ശരിയായില്ല എന്ന് തോന്നി. അങ്ങനെ അവരെല്ലാം വേഗം അവിടുന്ന് പോയി നരനാരായണാശ്രമം, അവർ നേരെ നരനാരായണ ബദരിയാശ്രമത്തിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ പാർവതിക്ക് ആകപ്പാടെ വിഷമായി എന്ന് മനസ്സിലായി. ഭഗവാൻ പാർവതിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, വിഷമിക്കണ്ട, പ്രിയായ പ്രിയകാമ്യെ. അങ്ങനെയാണല്ലോ, ഭാര്യയ്ക്ക് വിഷമമായ പിന്നെ ആകപ്പാടെ ശരിയാവില്ല. അതുകൊണ്ട് ഭാര്യയ്ക്ക് സന്തോഷമാവണമെന്ന് വിചാരിച്ച് പറഞ്ഞു, ദേവി വിഷമിക്കേണ്ട, ഇനി മേലാൽ ആരെങ്കിലും ഇതുപോലെ ഈ പ്രദേശത്ത് പ്രവേശിക്കുകയാണെങ്കിൽ അവരെല്ലാം സ്ത്രീകളായി തീരും എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നീട് പുരുഷന്മാരാരും ആ മേരുവിൻ്റെ താഴ്വാരത്തിലുള്ള ആ പ്രദേശങ്ങളിലേക്ക് പ്രവേശിക്കാറില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇവരെല്ലാവരും അവിടെ ചെന്നപ്പോൾ അവർ സ്ത്രീകളായി തീരാൻ കാരണം ഉണ്ടായത് എന്ന് പരീക്ഷത്തിനോട് ശ്രീ സുബ്രഹ്മണ്യർഷി പറഞ്ഞു. അങ്ങനെ അവിടെ താമസിക്കുന്ന കാലത്ത് ഈ സുദ്ദിമ്നൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഇള എന്ന് പറയാം, ആ ഇള ഓർത്തു സസ്മാരസ്വകുലാചാര്യം വസിഷ്ഠമിതി ശുശ്രുമാ. നമ്മുടെ കുല ആചാര്യൻ എന്ന് പറയുന്നത് വസിഷ്ഠനാണ്. അപ്പോൾ ആ വസിഷ്ഠനെ സന്തോഷിപ്പിച്ചാൽ ഗുരോരനുഗ്രഹേണ ഇവ പുമാൻ പൂർണ്ണ പ്രശാന്തയെ. അപ്പോൾ ഗുരുനാഥൻ്റെ അനുഗ്രഹം കിട്ടിയാൽ രക്ഷപ്പെടും എന്നുള്ള ഓർമ്മയാണ്. അദ്ദേഹത്തിന് ഓർമ്മ വന്നു, ഞങ്ങളുടെ കുലാചാര്യൻ വസിഷ്ഠനാണല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം വസിഷ്ഠനെ നന്നായിട്ട് ചിന്തിച്ചപ്പോൾ വസിഷ്ഠൻ അവിടെ അദ്ദേഹത്തിനോട് സന്തോഷിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്താ വേണ്ട, ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ശരി, ഞാൻ എന്നാൽ മഹാദേവനെ തപസ് ചെയ്യാം എന്ന് പറഞ്ഞ് വസിഷ്ഠൻ മഹാദേവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി തപസ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ തപസ്സിൽ സന്തോഷിച്ച് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ചോദിച്ചു, എന്താ വരം വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പം ഞങ്ങളുടെ രാജകുമാരൻ ഇങ്ങനെ ഇവിടെ വന്ന് ഒരബദ്ധം പറ്റിയിട്ടുണ്ട്, അയാളെ പഴയപോലെ പുരുഷനാക്കി തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അത് കുറച്ച് വിഷമമാണല്ലോ, ഞാൻ പാർവതിക്ക് ഇങ്ങനെ ഒരു വരം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി സാധിക്കില്ല. അങ്ങ് പറഞ്ഞത് അതേപടി ചെയ്യുകയും പാർവതിക്ക് അപ്രിയമാവുകയും ചെയ്യരുത്. അതുകൊണ്ട് എന്താ വേണ്ടത്, ഞാനൊരു പണി ചെയ്യാം, ഏതായാലും അങ്ങ് എന്നെ ഭജിച്ചതല്ലേ, മാസം പുമാൻ മാസം സ്ത്രീ തവ ഗോത്രജഹ. അങ്ങയുടെ ആ ഗോത്രത്തിൽപ്പെട്ട അല്ലെങ്കിൽ സൂര്യവംശത്തിൽപ്പെട്ട രാജകുമാരൻ ഒരു പണി ചെയ്യട്ടെ, ഒരു മാസം മുഴുവൻ ആണായിട്ടിരിക്കും, അടുത്ത മാസം പെണ്ണായി. അപ്പോൾ ആണാവുമ്പോൾ ചെന്ന് രാജ്യം ഭരിക്കാമല്ലോ, പോരെ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഈ ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ പോരാന്ന് പറയാൻ തോന്നില്ല. ഈ ദക്ഷയാഗത്തിൻ്റെ സമയത്തും ഭഗവാനെ അപമാനിക്കാനായിട്ട് കൂടിയ ആൾക്കാർ ചിലർ കണ്ണുകൊണ്ട് അപമാനിച്ചു, ചിലർ താടി ഉഴിഞ്ഞ് ഇരുന്നു, ചിലർ പല്ലിളിച്ച് കാണിച്ചു, അവർക്കൊക്കെ ശിക്ഷ കൊടുത്തു. ശിക്ഷ കൊടുത്ത് എന്താ, ചിലരുടെ ഇടിച്ചു കളഞ്ഞു, ചിലരുടെ ആ താടി വലിച്ചു പറിച്ചു. ഇതൊന്നും ഭഗവാനോട് നേരെയാക്കാൻ പറഞ്ഞപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു, ഒന്നും നേരെയാക്കിയില്ല. പക്ഷെ അവർക്ക് സന്തോഷമായി എന്നാണ്. പല്ല് പോയാൽ താനൊരു പണി ചെയ്തോളൂ, 2 കല്ലെടുത്ത് കൈ കൊടുത്തു പോകും, എന്താ ഈ കല്ലിൻ്റെ മുകളിൽ വയ്ക്കുക, ഈ കല്ലുകൊണ്ട് ഇടിക്കുക, എന്നിട്ട് കഴിക്കുക, പോരെ. മതി, പോരാന്ന് പറയാൻ തോന്നിയില്ല. അതാണ് ആ ഭഗവാന്റെ അനുഗ്രഹത്തിൻ്റെ പ്രത്യേകത. അത് കണ്ടു കാണാൻ മേലാത്ത ആളോട് താൻ എന്തിനാ വിഷമിക്കുക, താൻ ഒരാളെ കൈ പിടിച്ചുകൊണ്ട് നടന്നാൽ പോരെ, മതി. എന്നാൽ ഇങ്ങനെയല്ല, എനിക്ക് കണ്ണു വേണമെന്ന് പറയാൻ തോന്നിയില്ല. അതുപോലെയാണ് ഇവിടെ ഭഗവാൻ ചെയ്തത്. എന്നെ ഏതായാലും സന്തോഷിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ട് വരം തരാണ്ടിരിക്കാൻ വയ്യ. 1 മാസം പുരുഷൻ, 1 മാസം സ്ത്രീ. ആ പുരുഷനാകുന്ന മാസത്തിൽ രാജ്യം വന്ന് ഭരിച്ചോട്ടെ, പോരെ. മതി. അങ്ങനെ ആ പ്രശ്നം പരിഹരിച്ചു. യുദ്ധം വ്യവസ്ഥയാ കാമം സുദ്യം നോവതുമേദിനിയും. അങ്ങനെയുള്ള കാലത്ത് വന്ന് അദ്ദേഹം ഭരിച്ചോട്ടെ എന്നൊക്കെ അനുഗ്രഹിച്ചു. അങ്ങനെ ഇദ്ദേഹം എന്തായി, ആണായിരുന്ന കാലത്ത് നാട്ടിലെത്തുകയും പെണ്ണാവും എന്ന് തോന്നുമ്പോൾ അദ്ദേഹം ഒന്നുകിൽ കൊട്ടാരത്തിൽ അടച്ചിരിക്കും, അല്ലെ കാട്ടിലേക്ക് തന്നെ പോവും. ഇങ്ങനെയൊക്കെ രാജ്യം ഭരിച്ചു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ജനങ്ങൾക്ക് ഈ കാര്യമൊക്കെ മനസ്സിലായി, നമ്മുടെ രാജകുമാരൻ മുഴുവൻ അത്ര ശരിയല്ല, ചിലപ്പോൾ രാജകുമാരിയാവുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോൾ ഇദ്ദേഹത്തിന് അവിടെ ബഹുമാനമില്ലാതെയായി എന്നാണ്.
അപ്പോൾ അദ്ദേഹത്തിന് വലിയ വിഷമമായി. എന്നാൽ അഭ്യനന്ദൻ സ്മതം പ്രജകൾക്ക് അത്ര വലിയ ബഹുമാനമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് പിന്നെ അദ്ദേഹം കാട്ടിൽ തന്നെ സ്ഥിരമായിട്ട് കഴിച്ചുകൂട്ടി. അങ്ങനെ കാട്ടിൽ താമസിക്കുന്ന കാലത്ത് ചന്ദ്രൻ്റെ മകനായ ബുധൻ ഈ ഇളയെ കാണുകയും അവർ ഭാര്യാഭർത്താക്കന്മാരായി ജീവിച്ച് അതിൽ ഒരു മകനുണ്ടായി. അതാണ് ഐളൻ എന്നറിയപ്പെടും, അല്ലെങ്കിൽ പുരൂരവസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഐളഗീതയൊക്കെ വളരെ പ്രസിദ്ധമാണ്, അതിന് പിന്നീട് നമുക്ക് അനുസ്മരിക്കാവുന്നതാണ്. അങ്ങനെയുള്ള ആ ഇത് പറഞ്ഞു. മാത്രമല്ല ഇദ്ദേഹം പിന്നീട് വന്ന സമയത്ത് തന്നെയാണെങ്കിൽ നാട്ടിൽ വന്ന് താമസിച്ച കാലത്തും അദ്ദേഹത്തിന് സുദ്യുമ്നന് മക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഉൽക്കലൻ, ഗയൻ, വിമലൻ എന്നുള്ള 3 രാജാക്കന്മാരുണ്ടായിരുന്നു. അവരെ ദക്ഷിണാപഥം എന്ന് പറഞ്ഞ രാജ്യത്തെ ഭരിച്ച ധർമ്മവത്സലന്മാരായ രാജാക്കന്മാരായി തീർന്നു എന്ന് സൂചിപ്പിച്ചു. അവസാന കാലത്ത് ഈ പുരൂരവസിൻ്റെ രാജ്യം സമർപ്പിച്ച് ഇദ്ദേഹം കാട്ടിൽ പോയി ഭഗവാനെ ഭജിച്ച് ഭഗവാന്റെ ലോകത്ത് എത്തിച്ചേർന്നു എന്നുള്ള സുദ്യുമ്നൻ്റെ ചരിത്രം പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന കാലത്താണ് ഈ മനു തൻ്റെ ഭാര്യയോടൊപ്പം ഗംഗാ തീരത്ത് പോയി ഭഗവാനെ ഭജിച്ച് 10 പുത്രന്മാരെ ഇക്ഷ്വാകു നൃഗശര്യാദി ദിഷ്ട ധൃഷ്ട കരൂഷകാൻ നരിഷ്യന്തം പ്രഷദ്രം ച നഭകം ച കവിം വിഭുഹു എന്ന് പറഞ്ഞ് 10 പുത്രന്മാരെ നേടി. ആ 10 പുത്രന്മാരിൽ നിന്നാണ് പിന്നീട് സൂര്യവംശം വർദ്ധിതമായത് എന്ന് പറഞ്ഞു. അങ്ങനെ ആ 10 കുട്ടികളുടെ കഥ പറയുമ്പോൾ 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് പ്രഷദ്രൻ എന്ന് പറഞ്ഞ ആളുടെ കഥയാണ്. പ്രഷദ്രൻ എന്നു പേരുള്ള മനുവിൻ്റെ മകൻ പഠിക്കാനായിട്ട് വസിഷ്ഠൻ്റെ ആശ്രമത്തിൽ താമസിക്കുന്ന കാലത്ത് ഗുരു, അങ്ങനെയാണല്ലോ, ഗുരുകുലത്തിൽ ചെന്നാൽ ഗുരു എന്താണോ പണി കൊടുക്കുന്നത് ആ പണിയെല്ലാം ചെയ്യേണ്ട ഒരു ബാധ്യതയും കൂടിയുണ്ട്. അതിപ്പോൾ ഭഗവാന്മാർ പോലും സാന്ദീപനിയുടെ ആശ്രമത്തിൽ താമസിച്ചിരുന്ന കാലത്ത് വിറക് തീർന്നു എന്ന് പറഞ്ഞപ്പോൾ എന്താ ഞാനും പോവാം എന്നുള്ള നിലയ്ക്ക് ഏട്ടനും അനിയനും കൂടി പോയില്ലേ വിറക് ശേഖരിക്കുക. അപ്പോൾ ഇന്നത് പാടില്ല എന്നില്ല, ഗുരുവിൻ്റെ സന്തോഷത്തിന് അല്ലെങ്കിൽ ഗുരുവിനെ സേവിക്കുക എന്നുള്ളത് ഗുരുകുലത്തിൽ ചെല്ലുമ്പോൾ ആവശ്യമാണ്. അങ്ങനെ വന്നപ്പോൾ എന്താ ഇദ്ദേഹത്തിന് കിട്ടിയത് എന്താ, ഗോപാലോ ഗുരുണാകൃത. ഗുരു പറഞ്ഞു ഇവിടെ കുറേ പശുക്കളൊക്കെ ഉണ്ട് ആശ്രമത്തിൽ, രാത്രി ആയാൽ കാടല്ലേ, ചിലപ്പോൾ പുലിയോ കടുവയോ ഒക്കെ ചിലപ്പോൾ ആക്രമിക്കാൻ വരും. അങ്ങനെയാണ് താൻ വീരാസനത്തിലിരുന്നു കൊണ്ട് ഈ തൊഴുത്തിൽ കാവലിരിക്കണം. അങ്ങനെ ആവുമ്പോൾ ഈ ജീവികളെ മൂർച്ചയുള്ളൊരു വാളും കൈ കൊടുത്തു, ഇത് ശബ്ദം കേൾക്കണ ദിക്കിലേക്ക് വലിച്ചെറിയോ അല്ലെങ്കിൽ വെട്ടിക്കൊല്ലാമല്ലോ എന്നൊക്കെ പറഞ്ഞു. ഇയാളതനുസരിച്ച് രാത്രിയിൽ കാവലിരുന്നു. പക്ഷേ കറുത്ത പക്ഷമായിരുന്നു. അപ്പോൾ എന്താ, വലിയ പ്രകാശമൊന്നുമില്ല. പ്ലീനോടുകണേ സതീ നിശി, രാത്രിയിൽ നക്ഷത്രങ്ങൾ പോലും അത്ര കേമായിട്ടൊന്നുമില്ല. ഇങ്ങനെ മിന്നി തിളങ്ങുന്ന സമയത്ത് ഒരു രാത്രിയിൽ ആ തൊഴുത്തിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഒരു പുലി വന്ന് പശുക്കളെ ആക്രമിക്കുന്നതായ ശബ്ദം, പശുവിൻ്റെ കരച്ച് കേൾക്കാനിടയായി. അങ്ങനെ കരച്ച് കേട്ട സമയത്ത് ഇദ്ദേഹം വിചാരിച്ചു ഇപ്പോൾ എവിടെയാണെന്നിങ്ങനെ കണ്ടുപിടിക്കുക, കുറച്ച് ദൂരമുണ്ട് അല്ലെങ്കിൽ അത്രയും പശുക്കളുണ്ട്. അതുകൊണ്ട് ശബ്ദം കേട്ട ദിക്കിലേക്ക് നോക്കി തൻ്റെ കയ്യിൽ നിന്ന് മൂർച്ചയുള്ള വാൾ വലിച്ച് ഒരു ഏറങ്ങോട്ട് കൊടുത്തു. അതോടുകൂടി വാൾ ചെന്ന് കൊണ്ടു. പിന്നെ ശബ്ദമൊന്നും കേൾക്കാത്തതുകൊണ്ട് ഏതായാലും പുലി ചത്തിട്ടുണ്ടാവും എന്നയാൾ സമാധാനിച്ചു. പക്ഷെ പിറ്റേ ദിവസമാണ് വ്യാഘ്രോപി വൃക്കണശ്രവണോ നിസ്ത്രിംശാഗ്രാഹതസ്തത, ഈ ചെവി മാത്രമാണ് പുലിയുടെ മുറിഞ്ഞു പോയത്. അതോടുകൂടി അത് പേടിച്ച് അവിടുന്ന് സ്ഥലം വിട്ടു. പക്ഷേ വാൾ നേരെ ചെന്ന് ഒരു പശുവിനിട്ട് കൊണ്ടു. ആ പശു ചാവാനിടയായി. പിറ്റേ ദിവസം തന്നാൽ കൊല്ലപ്പെട്ടതായ ഈ പശുവിൻ്റെ കാര്യങ്ങളൊക്കെ ഗുരുനാഥൻ മനസ്സിലാക്കി. അപ്പോൾ അദ്ദേഹം ശപിച്ചു. തം ശശാപ കുലാചാര്യ കൃതാഗസം അകാമത, അറിയാണ്ട് പറ്റിപ്പോയതാണെന്നൊക്കെ പറഞ്ഞുപോയി. പക്ഷേ എന്നാലും തെറ്റാണല്ലോ. ഗുരുനാഥൻ ഒന്നും കേട്ടില്ല. നീ ക്ഷത്രബന്ധു അല്ല, ഇനിയൊരു ക്ഷത്രിയനെന്നോ അല്ലെങ്കിൽ ക്ഷത്രബന്ധു എന്നോ പോലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ കർമ്മം ചെയ്തുകൊണ്ട് നീ ശൂദ്രനായി പോട്ടെ എന്നോ ഞങ്ങൾ ശപിച്ചു. അങ്ങനെ ആ ഗുരുവിൻ്റെ ശാപം പോലും ശിരസാവഹിച്ചുകൊണ്ട് അയാൾ പിന്നീടുള്ള കാലം ബ്രഹ്മചര്യ വ്രതം ഒക്കെ അനുഷ്ഠിച്ച് കാട്ടിൽ പോയി മുനിമാർ ജീവിക്കുന്ന പോലെ ജീവിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിപ്പിച്ചു. അപ്പം പറയാണ്, ഗുരു ഇങ്ങനെ പെരുമാറിയിട്ട് പോലും അത് ഗുരുവിന് തന്ന ശിക്ഷ പോലും സ്വീകരിച്ച ആളാണ്, അത്രയ്ക്ക് ധാർമ്മികനായിരുന്നു എന്ന് പറയുകയാണ്. ഈ സൂര്യവംശത്തിലെ തന്നെ പൊതുവെ നമുക്ക് നോക്കിയാൽ അറിയാം, സൂര്യൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിൻ്റെ സ്വരൂപമാണ്. അപ്പോൾ സൂര്യനെ ഉപാസിക്കുന്ന ആ വംശത്തിൽപ്പെട്ടവർക്കുമൊക്കെ ജ്ഞാനികളാണ് പൊതുവെ നോക്കിയാൽ. ജീവിതത്തിലെ പല കാര്യങ്ങളും നോക്കുമ്പോൾ
രഘുവംശം ആരംഭിക്കുമ്പോൾ തന്നെ കാളിദാസൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആ കാളിദാസൻ എത്ര കേമായിട്ടാണ് രഘുവംശത്തെ എൻ്റെ ഒന്നാമത്തെ സർഗത്തിൽ തന്നെ പറയുകയാണ്. എന്താ, വാഗർത്ഥാവിവ സംപൃക്തൗ വാഗർത്ഥപ്രതിപത്തയേ ജഗതഃ പിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ എന്നുള്ള ആ ഇതുകൊണ്ടാണ് ആരംഭിക്കണം. അങ്ങനെ ആരംഭിച്ച് അദ്ദേഹം പറയാം, ഞാൻ വർണ്ണിക്കാൻ പോകുന്ന സൂര്യവംശത്തെക്കുറിച്ചാണ്. ഈ സൂര്യവംശത്തെക്കുറിച്ച് പറയാൻ എന്നെക്കൊണ്ട് പറ്റുമോ? എനിക്ക് പറ്റും തോന്നണില്ല. അതിന് അദ്ദേഹം തന്നെ പറയുകയാണ്, ക്വ സൂര്യപ്രഭോ വംശ ക്വച അല്പവിഷയ മതി തിഥീഷുർദുസ്തരം മോഹാൽ ഉടുവേനാസ്മി സാഗരം. ഒരു കടൽ കണ്ടിട്ട് ഒരാൾ പറയുകയാണ്, ഈ കടലിൻ്റെ അക്കരയ്ക്ക് ഞാൻ എത്തും, തീർച്ച കാര്യമാണ് എന്ന് പറഞ്ഞ് അയാൾ ഒരു പൊങ്ങുതടി, അല്ലെ നമ്മളെ വാഴപ്പിണ്ടി എന്ന് വേണേൽ പറയും, വാഴപ്പിണ്ടി കൊണ്ട് നീന്തൽ പിടിക്കും, അതുപോലെ ഒരു സമുദ്രം ഞാൻ അക്കരെ എത്തിക്കോളാം എന്ന് പറഞ്ഞാൽ എത്ര വലിയ സാഹസമാവും. അതുപോലെയാണ് ഞാൻ ഈ സൂര്യവംശത്തെക്കുറിച്ച് പറയാൻ, അതിലെ മഹാന്മാരായ രാജാക്കന്മാരുടെ ചരിത്രം എവിടെ കിടക്കുന്നു, എൻ്റെ അല്പവിഷയമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് മാത്രം അറിയുള്ളൂ, എൻ്റെ ബുദ്ധി എവിടെ കിടക്കണു, അത് നടക്കണ കാര്യമാണെന്ന് തോന്നണില്ല. എങ്കിലും ഞാനതിലേക്ക് ശ്രമിക്കാം. എന്താ കാരണം, പൂർവികന്മാരായ കവികളൊക്കെ ഇങ്ങനെ വജ്രം കൊണ്ട് ഈ മുത്തുകൾ ഒക്കെ തുളയുണ്ടാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിൽ കോർക്കാൻ, ഒരു നൂല് കോർക്കാൻ വലിയ വിഷമമൊന്നുമില്ല. അതുകൊണ്ട് ഞാനും ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞാണ് കാളിദാസൻ അതിനായിട്ട് പുറപ്പെട്ടതെന്ന് പറയാം. അപ്പോൾ അവരൊക്കെ എങ്ങനെ, ഈ സൂര്യവംശത്തിലെ രാജാക്കന്മാരെന്ന് പറഞ്ഞാൽ മഹായോഗ്യന്മാരാണ്, ജ്ഞാനികളാണ്. അവർ ശൈശവേ അഭ്യസ്തവിദ്യാനാം യൗവനേ വിഷയൈഷിണാം വാർദ്ധകേ മുനിവൃത്തീനാം യോഗേന അന്തേ തനുത്യജ എന്നാണ് അവരെക്കുറിച്ച് പറയുക. ഇവർ കുട്ടിക്കാലത്ത് ശൈശവേ അഭ്യസ്തവിദ്യാന, ഗുരുവിൻ്റെ അടുത്ത് പോയി വേണ്ട രീതിയിൽ വിദ്യകളെല്ലാം പഠിക്കുന്ന യോഗ്യന്മാരായ ആൾക്കാരാണ്. യൗവനകാലത്ത് അവരുടെ ആ വംശം നിലനിർത്തുക എന്നുള്ള ആവശ്യം കൊണ്ട് അവർ വിഷയസുഖങ്ങൾ അനുഭവിക്കാറുണ്ട്. പക്ഷേ അത് കഴിഞ്ഞാൽ അതിൽ വിരക്തി വന്ന് വാർദ്ധകേ മുനിവൃത്തീനാം, കാട്ടിൽ പോയി മുനിമാർ താമസിക്കുന്ന പോലെ വൃദ്ധാവസ്ഥയെ പ്രാപിക്കുമ്പോൾ അങ്ങനെയൊക്കെ പോവും. അവസാനം യോഗ ബലം കൊണ്ട്, അല്ലെ തപസ്സിൻ്റെ ശക്തി കൊണ്ട് ഈ ശരീരം പോലും ഉപേക്ഷിക്കുന്ന അത്രയ്ക്ക് യോഗ്യന്മാരായ ആൾക്കാരാണെന്ന് പറയണം. അപ്പം അങ്ങനെയാണ് ഇവിടെ ഈ പൃഷധ്രനും ശാപം കിട്ടിയതിനെക്കുറിച്ച് യാതൊരു വിഷമവും ഉണ്ടായില്ല. അയാൾ കാട്ടിൽ പോയി മുനിവൃത്തി സ്വീകരിച്ച് ഭഗവാനെ പ്രാപിച്ചു എന്ന് പറയാം. വിമുക്തസംഘ അദ്ദേഹം ചെയ്തു, വാസുദേവേ ഭഗവതി സർവാത്മനി പരേമലേ ഏകാന്തിത്വം ഗതോ ഭക്തിയ സർവഭൂത സുഹൃൽ സമഹ. സർവ്വജീവജാലങ്ങളോടെയും സുഹൃത്തായിട്ട്, എല്ലാവരോടും സമനായിട്ട്, എല്ലാ സംഘങ്ങളും ഉപേക്ഷിച്ച് വളരെ ശാന്തനായി ഇന്ദ്രിയങ്ങളൊക്കെ നിയന്ത്രിച്ച് അയാൾക്ക് ഭഗവാനിൽ എത്തിച്ചേരാൻ സാധിച്ചു എന്ന് പറയുകയാണ്. അതോ ആത്മന്യാത്മാനമാധായ, ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പരമാത്മാവായിരിക്കുന്ന ഭഗവാനെ തൻ്റെ ആത്മാവിൽ ഉറപ്പിച്ച് ജ്ഞാനതൃപ്തനായി അദ്ദേഹം ഈ ലോകം മുഴുവൻ ജഡാന്ധബധിരാകൃതി സഞ്ചരിക്കണ കണ്ടാൽ ഒരു ജഡനാണ്. കണ്ടാൽ ഒന്നും കണ്ടതായ ഭാവം, അല്ലെങ്കിൽ നമ്മളല്ലേ എന്തെങ്കിലും കണ്ടാൽ കണ്ടു എന്ന് മനസ്സിലാവുമ്പോഴല്ലേ നമുക്ക് കാഴ്ച ഉണ്ടെന്ന് മനസ്സിലാവുക. എന്തെങ്കിലും കേട്ടാൽ ഓ അത് ശരി, ഇത് യേശുദാസിൻ്റെ പാട്ടല്ലേ എന്ന്, അല്ലെങ്കിൽ ഇത് ഇന്നതാണെന്ന് തിരിച്ചറിയുമ്പോഴല്ലേ ഇയാൾ കേൾവി ഉണ്ടെന്ന് മനസ്സിലാവും. ഇയാളങ്ങനെയല്ല, ജഡ അന്ധബധിര. കേട്ടാൽ തോന്നി ഇയാൾക്ക് കാണണമെന്നും കാണുമെന്ന് തോന്നണില്ല, ഇയാളൊന്നും കണ്ടതായിട്ട് തോന്നണില്ല, കേട്ടെന്ന് തോന്നണില്ല. അങ്ങനെ ഒരു ബുദ്ധിയില്ലാത്ത ആളായിട്ടും ജഡനായിട്ടും അന്ധനായിട്ടും ഒക്കെ കാണപ്പെട്ടു. അങ്ങനെ അവസാനം ഒരു കാട്ടുതീ ഉണ്ടായിരുന്ന സമയത്ത് ആ കാട്ടുതീയിലേക്ക് തന്നെ ഇദ്ദേഹം നേരിട്ട് പ്രവേശിച്ച ശരീരം കൂടി ദഹിപ്പിച്ചു എന്നുള്ള കഥ പറഞ്ഞു. പിന്നീട് പറയേണ്ടത് ഈ വൈവസ്വത മനുവിൻ്റെ മറ്റു മക്കളുടെ കഥ പറയുമ്പോൾ കവി എന്ന് പറഞ്ഞ ഒരാളുടെ കഥയാണ് ആദ്യം. അത് വളരെ വിസ്തരിച്ചൊന്നും പറഞ്ഞില്ല. അദ്ദേഹം വളരെ യോഗ്യനായിരുന്നു. കവി കനീയാൻ വിഷയേഷു നിസ്പൃഹോ വിസൃജ്യ രാജ്യം സഹബന്ധുഭിർവനം നിവേശിജിത്തേ പുരുഷം സ്വരോജിഷം വിവേശ കൈശോരവയാ പരം ഗത. അദ്ദേഹം കൈശോരവയാ, കുട്ടിക്കാലത്ത് തന്നെ, വലിയ പ്രായമൊന്നും എത്തുന്നതിന് മുമ്പ് തന്നെ വിഷയേഷു നിസ്പൃഹ, വിഷയസുഖങ്ങളിലൊക്കെ താല്പര്യം ഇല്ലാതെ ബന്ധുക്കളെയും രാജ്യത്തെയും ഒക്കെ ഉപേക്ഷിച്ച് കാട്ടിൽ പോയി അതിതേജസ്വിയായ ആ ഭഗവാന്റെ സ്വരൂപത്തിൽ മനസ്സ് ഉറപ്പിച്ച് ആ ഭഗവാന്റെ ലോകത്താൽ ഭഗവാനെ ധ്യാനിച്ച് ഭഗവാനിൽ എത്തിച്ചേർന്നു എന്ന് പറഞ്ഞ വളരെ ഭക്തനായ കവിയുടെ ചരിത്രം പറഞ്ഞു. പിന്നെ ദിഷ്ടധൃഷ്ട കരൂഷകാൻ
കരൂഷൻ എന്ന് പറഞ്ഞ മകൻ്റെയാണ് പിന്നീട് പറഞ്ഞത്. കരൂഷാൻ മാനവാദാസൻ കാരൂഷ ക്ഷത്രജാത. കരൂഷൻ എന്ന അതിൽ നിന്ന് പിന്നീടുണ്ടായ മക്കൾ കാരൂഷന്മാർ എന്നാണ് അറിയപ്പെട്ടത്. അവർ വലിയ ധാർമ്മികന്മാരായിരുന്നു, ധർമ്മവത്സലന്മാരായി തീർന്നു എന്ന് പറയാം. അവർ ഉത്തരാപഥ ഗോപ്താര, ഉത്തരാപഥം എന്നുള്ളതായ സ്ഥലത്തെ സംരക്ഷിച്ചുകൊണ്ട് നടന്ന ആൾക്കാരാണ് എന്ന് കരൂഷന്മാരുടെ കഥ പറഞ്ഞു. ധൃഷ്ടൻ എന്ന് പറഞ്ഞ മകൻ്റെ അതിൽ നിന്നുണ്ടായ ധാഷ്ടന്മാരെന്നാണ് അറിയപ്പെട്ടത്. മക്കളെയൊക്കെ പറയുന്ന പേരാണ് ധാഷ്ടന്മാർ. അവർ ബ്രഹ്മഭൂയം ഗതം ക്ഷിതവും, അവർ ക്ഷത്രിയരായിട്ട് ജനിച്ചു എങ്കിലും ബ്രാഹ്മണരുടെ രീതിയിലുള്ള വൈദിക വേദങ്ങൾ പഠിക്കുക, യാഗങ്ങൾ ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് അവസാനം ബ്രാഹ്മണരായി തീർന്നു എന്ന് സൂചിപ്പിച്ചു. നൃഗൻ എന്ന് പറഞ്ഞ ആളുടെ കഥ ആണ് പിന്നീട് നൃഗൻ്റെ വംശം പറയുമ്പോൾ സുമതി എന്ന് പറഞ്ഞ ഒരാളുണ്ടായി, അതിൽ നിന്ന് ഭൂതജ്യോതി ഉണ്ടായി, പിന്നെ വസു ഉണ്ടായി, വസുവിൽ നിന്ന് പ്രതീകനുണ്ടായി, അദ്ദേഹത്തിൽ നിന്ന് ഓഘവാൻ എന്ന് പറഞ്ഞ ആളുണ്ടായി. ഇയാളുടെ ചരിത്രത്തിന് മാത്രം കുറച്ചൊരു പ്രത്യേകതയുണ്ട്. ഈ ഓഘവാൻ 2 കുട്ടികളുണ്ടായി. അയാൾ മകനും പേരിട്ടത് ഓഘവാൻ തന്നെയാണ്. ഓഘവതി എന്ന് ഒരു മകളും ഉണ്ടായി. അപ്പോൾ അച്ഛൻ്റെയും മകൻ്റെയും പേരൊന്നായി. പണ്ട് അങ്ങനെയൊക്കെ പതിവുണ്ട് കേട്ടോ. നമ്പൂതിരിമാരുടെ രീതിയിൽ ഒന്നാമത്തെ പുത്രനുണ്ടായാൽ അച്ഛൻ്റെ അച്ഛൻ്റെ പേരിടും, രണ്ടാമത്തെ പുത്രൻ്റെ ഉണ്ടാവുകയാണെങ്കിൽ അമ്മയുടെ അച്ഛൻ്റെ പേരിടും, മൂന്നാമത് ഒരു ഉണ്ണി ഉണ്ടാവുകയാണെങ്കിൽ അച്ഛൻ്റെ പേര് തന്നെ ഇടും. അതുപോലെ ആണോ സംഭവിച്ചത്? ഇവിടെ അതില്ല, ഒന്നേ ഉണ്ടായുള്ളൂ. എങ്കിലും ഓഘവാൻ തൻ്റെ മകന് ഓഘവാൻ തന്നെയാണ് പേരിട്ടത്. ഓഘവതി എന്നൊരു കന്യക ഉണ്ടായിരുന്നു. ഈ ഓഘവതിയെ സുദർശനൻ എന്ന് പറഞ്ഞ ഒരാളാണ് വിവാഹം ചെയ്തത് എന്ന് പറഞ്ഞു. പിന്നെ നരിഷ്യന്തൻ എന്ന് പറഞ്ഞ ആളുടെ കഥയാണ് പറഞ്ഞു. ചിത്രസേൻ എന്ന് പറഞ്ഞ ആളുണ്ടായി, അതിൽ നിന്ന് ഋക്ഷനുണ്ടായി, പിന്നെ മീഡ്വാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായി, പിന്നെ കൂർച്ചനുണ്ടായി, പിന്നെ ഇന്ദ്രസേനൻ എന്ന് പറഞ്ഞ ആളുണ്ടായി, അതിൽ നിന്ന് വീതിഹോത്രനുണ്ടായി, അതിൽ നിന്ന് സത്യശ്രവാസ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായി, പിന്നെ അതിൻ്റെ മകനായിട്ട് ഉരുശ്രവസ് ഉണ്ടായി, പിന്നെ ദേവദത്തൻ എന്നുണ്ടായി. ആ ദേവദത്തിന് മകനായിട്ട് ഭഗവാൻ അഗ്നിദേവൻ തന്നെ മകനായിട്ട് ജനിച്ചു. തത് അഗ്നിവേശ്യൻ അഗ്നിവേശ്യൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അത് അഗ്നിസ്വയം അഭൂത്സുത. ഈ അഗ്നിവേശ്യൻ ശരിക്കും അഗ്നിദേവൻ തന്നെയാണ് മകനായിട്ട് ജനിച്ചതാണ്. അതുകൊണ്ട് പേര് മാത്രം അഗ്നിവേശ്യൻ എന്നായി എന്നേ ഉള്ളൂ എന്നുള്ള ചരിത്രം പറഞ്ഞു. അതിന് അദ്ദേഹത്തിന് പിന്നീട് വേറെ 2 പേരും കൂടി, കാനീന ഇതി വിഖ്യാത ജാതൂകർണ്യോ മഹാർഷി, വലിയ ഋഷിയായിത്തീർന്നു കാനീനൻ അല്ല ജാതൂകർണ്യൻ എന്നൊക്കെ ഇദ്ദേഹത്തെ അറിയപ്പെട്ടു എന്നുകൂടി പറഞ്ഞു. ആ വംശത്തിൽപ്പെട്ട ആൾക്കാരെ ആഗ്നിവേശ്യന്മാർ എന്നാ പറയുക. അവരൊക്കെ ബ്രാഹ്മണരായി. തതോ ബ്രഹ്മകുലം ജാതം, അവരൊക്കെ ബ്രാഹ്മണ വൃത്തിയെ സ്വീകരിച്ചു എന്ന് സൂചിപ്പിച്ചു. പിന്നെ മനുവിൻ്റെ മക്കൾ നരിഷ്യന്തൻ്റെ കഥയാണ് പറഞ്ഞത്. പിന്നെ ദിഷ്ടൻ്റെ കാര്യം പറഞ്ഞു. ദിഷ്ടവംശമത ശൃണു, അതും ഇതുപോലെ കുറേ രാജാക്കന്മാരുടെ കാര്യമാണ് പറഞ്ഞത്. ദിഷ്ടനിൽ നിന്ന് നാഭാഗൻ, മറ്റേ നാഭാഗനല്ല, ഇനിയൊരു നാഭാഗൻ്റെ കഥ നമ്മൾ കേൾക്കും. അംബരീഷൻ്റെ അച്ഛനായിട്ടുള്ളൊരു നാഭാഗൻ, അതല്ല എന്ന് പറയുകയാണ്. അതുകൊണ്ട് പ്രത്യേകം പറഞ്ഞു നാഭാഗോ ദിഷ്ടപുത്രോ അന്യ, വേറൊരു നാഭാഗനാണ് എന്ന് പറയും. അദ്ദേഹം കർമ്മണ വൈശ്യതാംഗത, വൈശ്യന്മാരുടെ രീതിക്ക് ജീവിച്ചുകൊണ്ട് അദ്ദേഹം വൈശ്യനായി തീർന്നു. ആ വംശം വർണ്ണിച്ച് വരുമ്പോൾ പറയുകയാണ്, ദിഷ്ടനിൽ നിന്ന് നാഭാഗൻ, നാഭാഗൻ നിന്ന് ഫലന്തനൻ, ഫലന്തനിൽ നിന്ന് വത്സപ്രീതി നിന്ന് പ്രാംശുവിൽ നിന്ന് പ്രമതി, അതിൽ നിന്ന് ഖനിത്രൻ, പിന്നെ ചാക്ഷുഷൻ, പിന്നെ വിവിംശതി, അയാളുടെ മകനായിട്ട് രംഭൻ, അയാളുടെ മകൻ ഖനിനേത്രൻ, ഇവരൊക്കെ പിന്നെ ധാർമ്മികൻ, പിന്നെ കരന്ധമൻ, അവീക്ഷിത്ത് എന്നുള്ളവരൊക്കെ ഉണ്ടായി. അതിൽ ഈ അവീക്ഷിത്തിൻ്റെ മകനായിട്ട് മരുത്തൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നതാണ്. മരുത്ത ചക്രവർത്തിയാസി, അയാളുടെ കാര്യമാണ് കുറച്ച് കേമായിട്ട്. കരന്ധമൻ മഹാരാജാവായി തീർന്നു എന്ന് പറഞ്ഞു പിന്നീട്. അദ്ദേഹത്തിൻ്റെ മകനായിട്ട് ഉണ്ടായ ആളാണ് മരുത്തൻ. ഇദ്ദേഹത്തിൻ്റെ കാര്യമാണ് കുറച്ചൊന്ന് വിസ്തരിച്ചു പറയണത്. അദ്ദേഹത്തിനെ മരുത്ത ചക്രവർത്തിയഭൂൽ, ചക്രവർത്തിയായി തീർന്ന ഈ മരുത്തനെ കൊണ്ട് സംവർത്തൻ എന്ന് പറഞ്ഞ അങ്കിരസിൻ്റെ മകൻ യാഗങ്ങൾ ചെയ്യിപ്പിക്കുകയുണ്ടായി. അയാജയ സംവർത്തോയാജയത് യം വൈ മഹായോഗി അങ്കിരസ്സുത, അങ്കിരസിൻ്റെ മകനായ സംവർത്തൻ ഈ മരുത്തനെ കൊണ്ട് ഒരു യാഗം ചെയ്യിപ്പിച്ചു, ഗംഭീരായ യാഗം.
ആ യാഗത്തിലോ മുഴുവൻ സ്വർണം കൊണ്ടുള്ള സാധനമേ ഉള്ളൂ എന്നാണ്. അതിനുപയോഗിക്കുന്ന പാത്രങ്ങളും സ്പൂണും എല്ലാ സ്രുവം ജുഹു മുതലായ എല്ലാ സാധനങ്ങളും സർവം ഹിരൺമയം ദ്വാസിയിൽ എൽ കിഞ്ചിച്ചാസി ശോഭനം. ഉണ്ണി പറയും, ഇതുപോലെ യോഗ്യനായ ഒരു ആന ഇതിന് മുമ്പ് ഉണ്ടായിട്ടില്ല, അതിന് ശേഷം ഉണ്ടായതായിട്ട് കേട്ടിട്ടില്ല എന്ന് പറയുന്ന പോലെയാണ് മരുത്തൻ്റെ യാഗം പോലെ ഒരു യാഗവും ഉണ്ടായിട്ടില്ല. അതിൽ അമാദ്യ ഇന്ദ്രസോമേന, ഇന്ദ്രൻ അവിടെ നിന്ന് ഈ സോമരസം കുടിച്ച് ലഹരി പിടിച്ചു എന്നാണ്. ഇന്ന് സാധാരണയൊക്കെ ഇതൊക്കെ പേരിനൊക്കെ ചെയ്യാൻ കിട്ടാറുള്ളൂ. ഇതല്ല, ധാരാളമായിട്ട് കിട്ടിയപ്പോൾ ദേവന്മാർക്കൊക്കെ ധാരാളം സേവിക്കാനായിട്ട് സാധിച്ചു. ബ്രാഹ്മണർക്കോ ദക്ഷിണാഭിർദ്വിജാതയ, ബ്രാഹ്മണർക്കാണെങ്കിലും കിട്ടിയ ദക്ഷിണ കൊണ്ട് സന്തോഷം എത്രമാത്രമായി എന്ന് പറയാനില്ല. അങ്ങനെ ഒക്കെ ചെയ്തു എന്ന് പറയാം. വിളമ്പാൻ ആരാ ഉണ്ടായിരുന്നത്? ഒരു കുറവുമില്ല കേട്ടോ. 49 പേര് മരുത്ത പരിവേഷ്ടാരഹ, മരുത്തുക്കൾ എന്ന് പറയുന്ന 49 പേരെ വിളമ്പാനുണ്ടായിരുന്നു. നമുക്ക് വിളമ്പാൻ ആൾ കുറഞ്ഞാൽ വലിയ വിഷമം പോലെ, എടോ സാമ്പാർ കൊണ്ട് എത്ര നേരമായി തന്നോട് പറയണു എന്ന് പറഞ്ഞ് വിളിച്ചു ചോദിക്കേണ്ടി വരും. പിന്നെ അല്ലേ, എന്നിട്ട് വേറെ ആൾ അവിടെ കാളം വിളമ്പിയ ആൾ അത് കൊണ്ട് വെച്ചിട്ട് വേറെ എടുത്തുകൊണ്ട് വരേണ്ടി വരും. ഇതിപ്പോൾ അതൊന്നുമില്ല. 49 പേര് പരിവേഷ്ടാരഹ അവിടെ വിളമ്പാനുണ്ടായിരുന്നു. പിന്നെയോ വിശ്വദേവാ സഭാസ്ഥിത, വിശ്വദേവന്മാർ തന്നെയായിരുന്നു അവിടെ സദസ്യന്മാരായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. അത്ര യോഗ്യമായിട്ടാണ് ആ യാഗം നടത്തിയത് എന്ന് പറഞ്ഞു. ആ വംശം പിന്നീട് വർണ്ണിച്ചു വന്നപ്പോൾ തൃണബിന്ദു എന്ന് പറഞ്ഞൊരു രാജാവിൻ്റെ കഥയാണ് അല്പം ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു. ആ തൃണബിന്ദുവിനെ അലംബുഷ എന്നു പേരുള്ളതായ ഒരു അപ്സരസ് ഇങ്ങോട്ട് വന്ന് ആഗ്രഹിച്ചു. തംഭേജേലംബുഷാദേവി ഭജനീയ ഗുണാലയം, എല്ലാവരും മോഹിക്കുന്ന രീതിയിലുള്ള ഗുണങ്ങളൊക്കെ തികഞ്ഞ സ്ത്രീയാണ്. അവർ ഇങ്ങോട്ട് വന്ന് ഇദ്ദേഹത്തെ സ്വീകരിച്ചു. അതിൽ പുത്രന്മാരുമുണ്ടായി. ഇളിബിളി അല്ലെങ്കിൽ ഇടവിട എന്നാണ് സംസ്കൃതത്തിൽ പറയുക. ഇടവിട എന്നു പേരുള്ളൊരു കന്യക ഉണ്ടായി. ഈ ഇടവിടയെ വിശ്രവസ് എന്ന് പറഞ്ഞ ആളാണ് വിവാഹം ചെയ്തത്. അതിൽ കുബേരനുണ്ടായി എന്ന് പറയാം. വൈശ്രവണൻ എന്ന് പറഞ്ഞ ആളുണ്ടായി. ഈ വൈശ്രവണൻ തൻ്റെ അച്ഛനായ വിശ്രവസിൽ നിന്ന് അന്തർധാന വിദ്യ പഠിക്കുകയുണ്ടായി. തന്നെത്താൻ മറയാനുള്ളതായ, അതാണ് നമ്മൾ ധ്രുവൻ്റെ കഥയിൽ കേൾക്കാം. യക്ഷന്മാരുമായി യുദ്ധം ചെയ്യുന്ന സമയത്ത് പല മായാവിദ്യകളുമൊക്കെ പ്രയോഗിച്ചു. അപ്പോൾ നാരായണാസ്ത്രം കൊണ്ട് അതിനെ മുഴുവൻ ഇല്ലാതെയാക്കി എന്ന് പറയുന്നത് ഈ കുബേരന്മാരുടെ കയ്യിൽ അന്തർധാന വിദ്യയൊക്കെയാണ് പറഞ്ഞത്. ആ വംശം വർണ്ണിച്ചു വന്നിട്ട് സൗമദത്തി, അതിൽ സുമതി എന്ന് പറഞ്ഞാണ് ഒരാൾ, അയാളോടുകൂടി ഈ വംശം അവസാനിച്ചു. ഏതേ വൈശാലഭൂപാലാഹ, ഇവർ ഭരിച്ച സ്ഥലം വിശാല എന്ന് പറഞ്ഞ ദേശമാണ്. അതുകൊണ്ട് വൈശാലഭൂപാലന്മാർ എല്ലാവരും നല്ല കീർത്തിമാന്മാരായി തീർന്നു എന്ന് പറഞ്ഞാണ് ആ അധ്യായം സമർപ്പിച്ചത്. അങ്ങനെ അത്രയും മക്കളുടെ കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം ശര്യാദി എന്ന് പറഞ്ഞ മനുവിൻ്റെ മകൻ്റെ ചരിത്രമാണ് പിന്നെ വിസ്തരിച്ചത്. ശര്യാദിർ മാനവോ രാജ ബ്രഹ്മിഷ്ഠസ ബഭൂവഃ, അദ്ദേഹം വലിയ ബ്രഹ്മിഷ്ഠനായിരുന്നു, വേദ പണ്ഡിതനൊക്കെ ആയിരുന്നു. അദ്ദേഹം അങ്കിരസുകളുടെ യാഗത്തിൽ പോയിട്ട് 2ാമത്തെ ദിവസത്തെ ക്രിയയ്ക്കുള്ള മന്ത്രങ്ങൾ മുഴുവൻ അദ്ദേഹം ചൊല്ലിക്കൊടുത്തു. സാധാരണ അത്രയ്ക്കൊന്ന് ഒരു രാവിലെ മുതലായി യാഗം ആരംഭിച്ച അന്നത്തെ ദിവസം തീരുക എന്ന് പറഞ്ഞാൽ കുറേ അധികം കാര്യങ്ങളുണ്ടാവും. അതിൽ ഒരു മന്ത്രം പോലും തെറ്റ് വരുത്താതെ ഇദ്ദേഹം മുഴുവൻ ചൊല്ലിക്കേൾപ്പിച്ചു. അത്ര യോഗ്യനായിരുന്നു ഈ ശര്യാദി. ഇദ്ദേഹത്തിന് സുകന്യ എന്ന് പറഞ്ഞൊരു കന്യകയുണ്ടായിരുന്നു, മകളുണ്ടായിരുന്നു. സുന്ദരിയാണെന്ന് മാത്രമല്ല, കന്യ കമലലോചന, താമര ഇതുപോലെ മനോഹരമായ കണ്ണുള്ള അവളുമായിട്ട് ഒരു ദിവസം ഇദ്ദേഹം കാട്ടിൽ നായാട്ടിനായിട്ട് സൈന്യസമേതം പോയപ്പോൾ ഇവളെ കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ചെന്ന് ച്യവന മഹർഷിയുടെ ആശ്രമത്തിന് സമീപം എത്തിച്ചേർന്നു. കൊച്ചുകുട്ടിയല്ലേ, വേറെ തൊഴിമാരുമൊക്കെ ഉണ്ട്. ഈ പെൺകുട്ടികളോടൊപ്പം ഇവള് ഹ്യഗമൽ ച്യവന ആശ്രമം, ആ ച്യവന മഹർഷിയുടെ ആശ്രമത്തിൽ പ്രവേശിച്ചു. എന്തിനാ? വിജിന്നത്യംഘ്രിപാൻ വനെ, ഓരോരോ മരങ്ങൾ. ഇതെന്ത് മരാ? ഇത് ഇന്ന മരമാണ്. ഇതോ ഇത് ഇന്നതാണ്. അയ്യോ ഇതിൻ്റെ പൂ നല്ലതാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ പൂക്കളും മരങ്ങളും ഒക്കെ അന്വേഷിച്ച് ചെന്ന് ഈ ആശ്രമത്തിൽ ചെന്നു. അപ്പോഴാണ് ഒരു വലിയ ചെതൽപ്പുറ്റ് കണ്ടു. കൊള്ളാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോഴാണ് മണ്ണുകൊണ്ട് നിർമ്മിച്ച ഇത്രയൊക്കെ ഭംഗിയാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ തിളങ്ങുന്ന 2 സാധനം കണ്ടപ്പോൾ അവിദ്യൻ മുഗ്ധഭാവേന, ആ കുട്ടികൾക്ക് തോന്നുന്ന ഒരു കൗതുകം കൊണ്ട് അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് ഒരു മുള്ളെടുത്ത് ആ തിളങ്ങുന്ന
വൽമീകരന്ധ്രേ ദദൃശേ ഖദ്യോദേ ഇവ ജ്യോതിഷി. ഈ മിന്നാമിനിങ്ങിനെ പോലെ തിളങ്ങുന്ന ഇത് കണ്ടപ്പോൾ ഒരു കുത്തു വെച്ച് കൊടുത്തു. അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് രക്തസ്രവമുണ്ടായി. അങ്ങനെ ചോര ഒലിക്കണ കണ്ടപ്പോൾ എന്നാൽ പിന്നെ അവിടെ നിർത്തിയാൽ മതിയായിരുന്നു, ഇങ്ങനെ അബദ്ധം പറ്റിയല്ലോ എന്ന്. അപ്പോഴും എന്താ തോന്നി, ഇത് ഒരെണ്ണമല്ലേ കണ്ടോളൂ, കുഴപ്പമില്ല, ഇന്ന് ഇപ്പറം നോക്കാം എന്ന് പറഞ്ഞ് അപ്പുറയും കൂടി കുത്തി നോക്കി. അപ്പോഴെന്തായി, അതിൽ നിന്നും ഇതുപോലെ ഉണ്ടായതോടുകൂടി കുട്ടികൾ പരിഭ്രമിച്ച് ഇവിടുന്ന് പോയി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി, ഈ മഹർഷി ആയിരുന്നു എന്നൊന്നും അവർക്കറിയില്ല. ഏതായാലും സൈനികന്മാർക്കും എല്ലാവർക്കും വയറ് ഇങ്ങനെ വീർത്ത് വീർത്ത് വരിക. ശകൃൻ മൂത്രനിരോധോ ഭൂൽ സൈനികാനാം ച, മലമൂത്ര വിസർജനം സാധിക്കുന്നില്ല എന്ന്. എല്ലാവർക്കും മൂത്രമൊഴിച്ചാൽ കൊള്ളാം, അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ട്, പക്ഷേ അവിടെ പറ്റണില്ല. ആ ഒരു അവസ്ഥയായപ്പോൾ ഇവർ ആലോചിച്ചു എന്താ ഇതിൻ്റെ കാരണം. രാജാവിനോട് എന്ന് രാജാവ് പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും ഇവിടെ ച്യവനമഹർഷി ആശ്രമം അവിടെ ചെന്ന് കൃതം ആശ്രമ ദൂഷണം, ആശ്രമത്തിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവരാരും ഞങ്ങളാരും പോയിട്ടില്ല എന്ന്. അപ്പോൾ ഈ കുട്ടി വന്നിട്ട് പറഞ്ഞു, സുകന്യാപ്രാഹവിതരം ഭീത കിഞ്ചൽ കൃതം വയ, പേടിച്ച് അച്ഛ ഞങ്ങൾ കൂട്ടുകാരൊക്കെ ആയിട്ട് അവിടെ പോയി ഇങ്ങനെ ഒരു അബദ്ധം കാണിച്ചു തന്നു. എന്താ പറഞ്ഞിട്ട് കാര്യം, വേഗം മുനിം പ്രസാദയാമാസ, അവരവിടെ ചെന്ന് ആ ചതിൽപ്പറ്റൊക്കെ തട്ടിമാറ്റി. അപ്പോൾ വളരെ പ്രായമായിട്ട് ചുക്കിച്ചുളിഞ്ഞിരിക്കുന്ന വൃദ്ധനായിരിക്കുന്ന അദ്ദേഹത്തിനെ വീണ് നമസ്കരിച്ചു. അങ്ങനെ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഞാനിപ്പോൾ എന്താ ചെയ്യണ്ടേ, ഇങ്ങനെയൊക്കെ പറ്റിപ്പോയി. തത് അഭിപ്രായമാജ്ഞായ, അദ്ദേഹം പറഞ്ഞ പോലെ ആകാം എന്ന് വിചാരിച്ചപ്പോൾ ചോദിച്ചു, ഇപ്പോൾ ആരാ ഇത് ചെയ്ത്? അത് എൻ്റെ മകളാണ്, അറിയാതെയൊക്കെ പറ്റിപ്പോയതാണ്. അപ്പോൾ പറഞ്ഞു, ഏതായാലും ഒരു പണി ചെയ്തേക്കൂ, എന്നാൽ അവളെ എനിക്ക് വിവാഹം കഴിച്ചു തന്നു, എനിക്ക് ഏതായാലും കണ്ണില്ലാതെ ഒന്നും പറ്റില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ നിവൃത്തിയില്ലാതെ കൃച്ഛാൻ മുക്തസ്തമാമന്ത്രിപുരം പ്രായാൽ സമാഹിത, ആ പെൺകുട്ടിയെ മനസ്സിലാമനസ്സോടെ ആണെങ്കിലും വിവാഹം കഴിച്ചു കൊടുത്ത് തൻ്റെ പുരത്തിലേക്ക് പോയി. സുകന്യാച്യവനം പ്രാപ്യ പതിം പരമഗോവനം. വലിയ ദേഷ്യക്കാരനാണ് ഇദ്ദേഹം. എന്തെങ്കിലും കാര്യം സാധിച്ചില്ല അപ്പം തന്നെ ചിലപ്പോൾ ശപിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഇവൾ നല്ല ബുദ്ധിമതിയായിരുന്നുകൊണ്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പ്രീണയാമാസ ചിത്തജ്ഞ, അദ്ദേഹത്തിൻ്റെ മനസ്സെന്താന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ഇപ്പം മിക്കവാറും വെള്ളം ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ആ 2 കിണ്ടിയിൽ വെള്ളം അന്നേരം കണക്ക് വെച്ചിരിക്കുകയാണ്. ഇപ്പം മിക്കവാറും പൂക്കൾ ചോദിക്കുന്നു പറഞ്ഞാൽ പൂവ് അതിനെ കൊണ്ട് അവിടെ തൊട്ടടുത്തുണ്ടാവും. ഇങ്ങനെ ആഹാരം വേണ്ട സമയത്ത് ആഹാരം, പൂജയ്ക്ക് വേണ്ട സാധനങ്ങൾ, ഇങ്ങനെ എല്ലാം സംഘടിപ്പിച്ച് കൊടുത്തപ്പോൾ എന്താ, ഇദ്ദേഹത്തിന് ദേഷ്യപ്പെടാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ വന്ന സമയത്ത് ഇദ്ദേഹം വല്ലാതെ സന്തോഷിച്ചു. അദ്ദേഹത്തിന് സന്തോഷിപ്പിച്ചു എന്ന് തന്നെയാണ് പറയണത്. അങ്ങനെ സന്തോഷിപ്പിച്ച് കഴിഞ്ഞപ്പോൾ എന്തായി, ആ കാലത്ത് അങ്ങനെ അവർ ജീവിക്കുന്ന കാലത്ത് അശ്വിനി ദേവന്മാരുടെ വൈദ്യന്മാരാണ്. അവർ ഇന്ദ്രനോട് പിണങ്ങി അവർ സോമാഹുത്യ ബഹിഷ്കൃതവും, ഇവർക്ക് യജ്ഞഭാഗം സോമരസം ഒന്നും കൊടുക്കാൻ ഇന്ദ്രൻ തയ്യാറല്ല. അങ്ങനെ വന്നപ്പോൾ അവരവിടുന്ന് പിണങ്ങിപ്പോന്നു. ഇവിടെ കാട്ടിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഈ സുകന്യയെ കാണാനും ആരാ എന്താന്നൊക്കെ കാര്യം മനസ്സിലായി, ശിവനമഹർഷിയുടെ ഭാര്യയാണെന്നൊക്കെ മനസ്സിലായപ്പോൾ അവരൊരു ദിവസം നേരെ ആശ്രമത്തിലേക്ക് കയറി വന്നു. എന്നിട്ട് അവർ തമ്മിൽ സംസാരിച്ചപ്പം ഈ ശിവനമഹർഷി ഞാനൊരു പണി ചെയ്യാം, ഗ്രഹം ഗ്രഹീഷ്യ സോമസ്യ, ഞാനൊരു പണി ചെയ്യാം, നിങ്ങൾക്ക് ഈ സോമരസം നിറച്ചായ പാത്രം ഇഷ്ടം പോലെ കുടിക്കാനായിട്ട് ഞാൻ സംഘടിപ്പിച്ച് തരാം. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ, അത് ഞാൻ വേണ്ട രീതിയിൽ പഴയ പോലെ കിട്ടാറാക്കി തരാം. പക്ഷേ ക്രിയറാമേ വയോരൂപം പ്രമദാനായി ദീപ്സും, പക്ഷേ എന്നെ കണ്ടാലേ സുന്ദരിമാർക്ക് പോലും ആകർഷണം തോന്നുന്ന രീതിയിൽ എന്നെ സുന്ദരനാക്കണം, അതുപോലെ എനിക്ക് ഈ കാഴ്ചയൊക്കെ ഉണ്ടാക്കി തരണം, അത് പറ്റുമോ ചോദിച്ചു. അതിനെന്താ വിഷമം, അവർ തമ്മിൽ ഇത് രണ്ടും ചെയ്തു തരാമെന്നുള്ള ഈ കരാർ ഒപ്പിട്ടു. ബാഢമിത്യൂജതുർവിപ്രം അഭിനന്ദ്യഭിഷക്തമോ നിമജ്ജതാം ഭവാനസ്മിൻ ഹൃദേ സിദ്ധവിനിർമ്മിത. ഇവിടെ വന്നോളൂ, ഇവിടെ ഇതൊരു പ്രത്യേക സിദ്ധന്മാർ നിർമ്മിച്ചിട്ടുള്ള ഒരു ദിവ്യ തടാകമാണ്, ഇതിലങ്ങോട്ട് മുങ്ങിയാൽ മതി എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവർ രണ്ടുപേരും ഒന്നിച്ചങ്ങോട്ട്, ഇദ്ദേഹവും കൂടെ 3 പേരും ഒന്നിച്ചങ്ങോട്ട് പൊങ്ങിയപ്പോഴെന്തായി, പുരുഷാസ്ത്രയ ഉത്തസ്ഥുഹു, 3 പുരുഷന്മാർ ഒരേപോലെ സുന്ദരന്മാരായിട്ട് വന്നു. കണ്ടാൽ തന്നെ യോഗ്യന്മാർ. പത്മസ്രജഹ, നല്ല താമരമാലയൊക്കെ അണിഞ്ഞ് കുണ്ടലങ്ങളൊക്കെയോടുകൂടി, കണ്ടാൽ തുല്യരൂപാഹ, ഒരാൾക്കൊരു പൊക്കോ വണ്ണോ ഒന്നും വ്യത്യാസമില്ല. അങ്ങനെ നല്ല വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് നല്ല ആഭരണങ്ങളിൽ ഒരേപോലെ ഇരിക്കുന്ന അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവളാപ്പാടെ കുഴഞ്ഞു. ഇനിയിപ്പോൾ ഏതായത് തൻ്റെ ഭർത്താവെന്ന് എങ്ങനെ അറിയാം? പക്ഷെ ബുദ്ധിമതിയാണല്ലോ, ആ നല്ല ബുദ്ധിയുള്ളതുകൊണ്ട് അവൾ ആലോചിച്ചു, ഇപ്പോൾ ഇവരെ പറ്റിക്കണ ഒന്നേ മാർഗമുള്ളൂ, അവരെ തന്നെ ശരണം പ്രാപിക്കുക.
അവൾ നന്നായിട്ട് മനസ്സുകൊണ്ട് ആ അശ്വിനി ദേവന്മാരെ ശരണം പ്രാപിച്ചു. ഞാൻ ഇത്രയും കാലമായിട്ട് ഈ ഒരു ആളെ അല്ലാതെ ഞാൻ ഭർത്താവ് എന്ന രീതിയിൽ സങ്കല്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ധർമ്മങ്ങളെല്ലാം വേണ്ട രീതിയിൽ നിർവഹിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിചാരം. അതുകൊണ്ട് അതിനൊന്നും തെറ്റ് വരുത്തരുതേ, ഞാൻ നിങ്ങളെ ശരണം പ്രാപിക്കുകയാണ്, എനിക്ക് എന്തെങ്കിലും ലക്ഷണം കാണിച്ചു തരണേ എന്നൊക്കെ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചാൽ പിന്നെ ഈശ്വരന്മാർക്ക് വരം കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ? അപ്പോൾ അവരെന്ത് ചെയ്തു, ചില ലക്ഷണങ്ങൾ കാണിച്ചു കൊടുത്തു എന്നാണ് സാധാരണ പറയുക. ദേവന്മാർക്ക് കണ്ണടയ്ക്കാൻ സാധിക്കില്ല. അപ്പോൾ രണ്ടുപേരൊക്കെ കണ്ണിങ്ങനെ അനിമിഷന്മാരെന്നാണ് അവരെ പറയുക. അതുകൊണ്ട് രണ്ടുപേരിങ്ങനെ കണ്ണിങ്ങനെ മിഴിച്ച് തന്നെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഒരാൾ മാത്രം ഇടയ്ക്കിടയ്ക്ക് കണ്ണടയ്ക്കുന്നുണ്ട്. പിന്നെയോ ഇവർ വേർക്കില്ല എന്ന് പറയും. ദേവന്മാർക്ക് വേർപ്പൊന്നുമില്ല. സ്വർഗത്തിൽ പോയാൽ പിന്നെ നമുക്ക് ഈ പൗഡറിൻ്റെയോ അല്ലെങ്കിൽ സെൻറ്റോ ഒന്നും കൊണ്ടു നടക്കേണ്ട ആവശ്യമൊന്നും, വേർത്തെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നോക്കിയപ്പോൾ ഒരാൾ നന്നായിട്ട് ഇങ്ങനെ വേർക്കുന്നുണ്ട്, പക്ഷേ മറ്റവർക്ക് അതില്ല. പിന്നെ ഭൂമിയിൽ തൊടാൻ സാധിക്കില്ല എന്നവർ. അവർ ഭൂമിയിൽ നടക്കുകയാണെങ്കിലും നമ്മൾ തൊട്ടില്ല എന്ന് തോന്നുകയുള്ളൂ, ഭൂമിയായിട്ടുള്ള നേരിട്ട് സ്പർശം ഉണ്ടാവില്ല. പക്ഷേ ഒരാൾ നന്നായിട്ട് നിലത്ത് മുട്ടിയാണ്. ഇങ്ങനെ ലക്ഷണങ്ങൾ കണ്ട് തൻ്റെ ഭർത്താവിനെ അവൾ തന്നെ സ്വീകരിച്ചു. അങ്ങനെ അവളുടെ പാതിവൃത്യം കൊണ്ട് സന്തോഷിച്ച് അവർ ചില ലക്ഷണങ്ങൾ കാണിച്ചു കൊടുത്തു എന്ന് പറയാം. അപ്പോൾ ആ പ്രശ്നം തീർന്നു. പക്ഷേ ഇനി ഇവർക്ക് സോമാഹുതി കിട്ടണ്ടേ? അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ശരിയാതി വിചാരിച്ചു ഒരു യാഗം ചെയ്താൽ കൊള്ളാമെന്ന് വിചാരമുണ്ട്. അതിന് യോഗ്യനായിട്ട് തൻ്റെ മരുമകൻ തന്നെ ആയിക്കോട്ടെ, മകളുടെ ഭർത്താവ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ശിവനമഹർഷിയെ കാണാനായിട്ട് എത്തിച്ചേർന്നു. അവിടെ വന്നപ്പോഴല്ലേ തൻ്റെ മകളോടൊപ്പം നല്ല സൂര്യനെ പോലെ ശോഭിക്കുന്ന ഒരു സുന്ദരനായ ഒരാൾ തമാശയൊക്കെ പറഞ്ഞ് കളിച്ചു ചിരിച്ച് ഉല്ലസിച്ചിരിക്കുന്നു. അതും അച്ഛനെ കണ്ടപ്പോൾ ആ സന്തോഷം കൊണ്ട് ഓടി വന്ന് അച്ഛന് നമസ്കാരം കാൽക്കലങ്ങൾ നമസ്കരിച്ചു. സാധാരണ മകൾ നമസ്കരിച്ച് എന്താ വേണ്ടത്? അനുഗ്രഹിച്ച് പിടിച്ചെഴുന്നേൽപ്പിക്കുക, അല്ലെങ്കിൽ വാത്സല്യം പ്രകടിപ്പിക്കുകയല്ലേ വേണ്ടത്. പക്ഷേ ഇദ്ദേഹത്തിന് ആശിഷ അപ്രയുഞ്ജാനോ പുത്രവതീ ഭവ അല്ലെങ്കിൽ ആയുഷ്മതീ ഭവ എന്നൊക്കെ പറയണ്ടേ, ഒന്നും പറയാതെ ഇദ്ദേഹം വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ്. എന്നാ അതിപ്രീതമന അധികം സന്തോഷമാകാതിരി എന്ന് വെച്ചാൽ കുറച്ചൊരു വിപ്രിയത്തോടു കൂടി നിൽക്കുന്നുണ്ടപ്പോൾ എന്നിട്ട് ചോദിക്കുകയും ചെയ്തു, ചികീർഷിതം ദേഹിമിതം പതിസ്ത്വയാ പ്രലംബിതോ ലോക നമസ്കൃതോ മുനിഹി. നീ എന്തൊരു കാര്യമാണ് നീ ഇപ്പോൾ ഈ ചെയ്തത്? കാരണം ലോക നമസ്കൃതോ മുനി, നിൻ്റെ ഭർത്താവായിട്ട് ലോകം മുഴുവൻ നമസ്കരിക്കുന്നതായ ഒരു മുനിയെ കിട്ടിയിട്ട് ആ ജരാനരകൾ ബാധിച്ചു എന്നുള്ള വിരൂപനായിട്ടുള്ള അയാളെ ഉപേക്ഷിച്ചിട്ട് നീ അധ്വകം വഴിയിൽ കൂടി സഞ്ചരിക്കുന്ന ഏതോ ഒരു സുന്ദരനുമായിട്ട് നീ ഇങ്ങനെ സല്ലപിക്കുക അല്ലേ? ഇത് കുലപ്രസൂതേ, നല്ലൊരു കുടുംബത്തിൽ പിറന്ന, എൻ്റെ കുടുംബത്തിൽ പിറന്ന നീ കുലദൂഷണം ചെയ്ത, നമ്മുടെ കുലത്തിനും ഭർത്താവിൻ്റെ കുലത്തിനും ഒരേപോലെ നീ അയോഗ്യത ഉണ്ടാക്കി തീർത്തില്ലേ? പിതുശ്ച ഭർത്തുശ്ച നയസ്യ അധസ്തമഹ, അച്ഛൻ്റെ കുലത്തിനും ഭർത്താവിൻ്റെ കുലത്തിനും ഉണ്ടാക്കി. അതുകൊണ്ട് എനിക്ക് തീരെ ഇഷ്ടമായില്ല എന്ന് പറയാനുണ്ടായത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളുടെ ഒരു പ്രവൃത്തി നമ്മുടെ കുലത്തിനും അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ആണെങ്കിലും വേറൊരു കുലത്തിനും എങ്ങനെ ദോഷമുണ്ടാക്കും, അങ്ങനെയുള്ള പ്രവൃത്തിയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് ബലി പറഞ്ഞു. എന്താ പറഞ്ഞത്? 3 അടി മണ്ണ് തരണം എന്ന് ഭഗവാൻ ആവശ്യപ്പെട്ടു. അതിനെന്താ 3 അടി മണ്ണ് തരാമല്ലോ എന്ന് പറഞ്ഞ് കൊടുക്കാനായിട്ട് പറ്റിയ സമയത്ത് ആരാ പറഞ്ഞത്? അദ്ദേഹം എന്ന് പറഞ്ഞു, ശുക്രാചാര്യം എന്ന് പറയുകയാണ്. സ്വന്തം ഗുരുനാഥൻ വന്നിട്ട് പറഞ്ഞു, നീ കൊടുക്കണ്ട, മായാ മാണവകോ ഹരി, ഈ വന്നിരിക്കുന്ന ആളെ കള്ളവേഷം കെട്ടി നിന്നെ പറ്റിക്കാൻ വന്നിരിക്കുന്ന വിഷ്ണുവാണ്, അതുകൊണ്ട് നീ കൊടുക്കില്ല എന്ന് പറഞ്ഞോളൂ. നമ്മളാണ് എന്ത് ചെയ്യും? ഗുരുനാഥൻ പറഞ്ഞില്ലേ, അപ്പോൾ പിന്നെ തരില്ല കേട്ടോ, ഞാൻ മുമ്പ് അങ്ങനെ പറഞ്ഞു, ഇപ്പോഴാണ് ഗുരുനാഥനാണ് പറഞ്ഞത്, പൊക്കോട്ടോ എന്ന് പറഞ്ഞ് നമ്മളെ എണീപ്പിച്ച് വിടില്ലേ. പക്ഷേ ഇദ്ദേഹം പറഞ്ഞു, അങ്ങ് പറഞ്ഞ മുഴുവൻ ശരിയായിരിക്കും, സത്യം ഭഗവതാ പ്രോക്തം, അങ്ങ് പറഞ്ഞ മുഴുവൻ ശരിയായി. വന്നിരിക്കുന്ന സാക്ഷാൽ ശ്രീഹരി ഭഗവാനാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് ഒരു പറയാണ്, എനിക്ക് എൻ്റെ സ്ഥാനച്യവനാൻ മൃത്യോഹോ, എൻ്റെ ഈ മഹാരാജാവ് എന്നുള്ള സ്ഥാനം പോകും, അല്ലെങ്കിൽ എനിക്ക് മരണം സംഭവിക്കും എന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഒരു ബ്രാഹ്മണനെ വിളിച്ചു വരുത്തി തരാമെന്ന് പറഞ്ഞൊരു സാധനം ഞാൻ തരില്ല എന്ന് പറയില്ല. കാരണം എന്താണെന്നറിയോ? എനിക്കൊന്നും ഉണ്ടായിട്ടല്ല, പ്രാഹ്ലാദിക്കിതോ യഥ, അതാണ് അവിടെ ബലി പറഞ്ഞ്. പ്രഹ്ലാദൻ്റെ വംശത്തിൽപ്പെട്ട ഒരുത്തൻ മഹാനുണയനാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് മാത്രമല്ല കുഴപ്പം, ആ പ്രഹ്ലാദൻ മുതലായ യോഗ്യന്മാരായ എത്രയോ പേരുണ്ടായതാണ് ആ വംശത്തിന് മുഴുവൻ. എത്ര കാലം കഴിഞ്ഞാലും ആൾക്കാർ പറയും, താൻ ഏത് വംശത്തിൽപ്പെട്ട? ഞാൻ അയ്യോ അവിടെയല്ലേ ഒരു ബലി എന്ന് പറഞ്ഞൊരു വിദ്വാൻ ഇങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പറ്റിച്ചതെന്ന് പറയില്ലേ? അതുകൊണ്ട് പറയുകയാണ്, ഞാൻ ഒരു കാലത്തും അത്
ചെയ്യില്ല എന്ന് പറയുന്നത്. അപ്പോൾ അവനവൻ്റെ ആ കുലത്തിൻ്റെ മഹിമ നിലനിർത്തുക എന്നുള്ളത് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് പറയണം. അപ്പം അതുകൊണ്ടാണ് ഇദ്ദേഹം പറഞ്ഞത്, നീ നിൻ്റെ കുടുംബത്തിൻ്റെ അച്ഛൻ്റെ പേര് ചീത്തയാക്കി അതോടൊപ്പം ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെ പേര് ദോഷമല്ലേ ഉണ്ടാക്കി വയ്ക്കുന്നത് എന്ന് പറഞ്ഞ സമയത്ത് അവൾ പൊട്ടിച്ചിരിച്ചു. ഏവം ബ്രുവാണ പിതരം സ്മയമാന ശുചിസ്മിത. നന്നായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ എന്തായി പറയണത്? ഉവാച താത ജാമാത തവൈഷ ഭൃഗുനന്ദന. ഇത് ഭൃഗുനന്ദനായിരിക്കുന്ന അവിടുത്തെ ജാമാതാവ് തന്നെയാണ് ഈ മഹർഷി. അതുകൊണ്ട് ച്യവന മഹർഷി തന്നെയാണ്, ഒട്ടും സംശയിക്കേണ്ടെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹം സന്തോഷമായി. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യമുണ്ട്, ഞാനൊരു യാഗം ചെയ്യണമെന്ന് പുറപ്പെടുന്നുണ്ട്, അതിന് നിൻ്റെ ഭർത്താവ് തന്നെ വേണം. ഓ ശരി. അദ്ദേഹം വന്നു. ആ യാഗത്തിൻ്റെ ചടങ്ങുകളെല്ലാം തുടങ്ങി. എല്ലാ ദേവന്മാർക്കും ഈ ആഹുതി സമർപ്പിക്കുന്ന സമയത്ത് അശ്വിനി ദേവന്മാർക്കും സമർപ്പിക്കാനായിട്ട് ഭാവിച്ചു. അദ്ദേഹത്തിന് കൊടുത്തു എന്നാണ് പറഞ്ഞ്. സോമേന യാജേൻ വീരം ഗൃഹം സോമസ്യജാഗ്രഹീൽ. ആ പാത്രം നിറച്ച് സോമരസം ഇവർക്കും കൂടി കൊടുക്കാനായിട്ട് തയ്യാറായ സമയത്ത് ഇന്ദ്രൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു പറ്റില്ല എന്ന്. അതെന്താണെന്ന് ചോദിച്ചു. ഇവർക്ക് ഞങ്ങൾ അവിടുന്ന് ബഹിഷ്കരിച്ച ആൾക്കാരാണ്, അതുകൊണ്ട് അവർക്കൊന്നും കൊടുക്കാൻ പറ്റില്ല എന്ന്. ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞു, കാരണം ഞാൻ ഏറ്റവും ഒരു കാര്യമാണ്. അപ്പോൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ വജ്രായുധം കൊണ്ട് വെട്ടും. ഓ ശരി, വെട്ടിക്കോട്ടെ എന്ന് പറഞ്ഞു. ഇദ്ദേഹം സവജ്രം സ്തംഭയാമാസ. ഇങ്ങനെ ഒന്ന് നോക്കി, ആ നോക്കിയോടുകൂടി വജ്രത്തോടു കൂടി കൈ അനക്കാൻ പറ്റാതെ ഈ ഇന്ദ്രൻ അവിടെ നിൽക്കേണ്ടി വന്നു. പിന്നെ പ്രശ്നമായില്ല. ഇങ്ങനെ കൈയും ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇവിടെ നിന്നാൽ പോരല്ലോ, അവിടെ എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ചെയ്യണം. അവസാനം ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു എന്ന് പറയാണ്. അന്വജാനം തതസ്സർവേ ഗ്രഹം സോമസ്യ ചാശ്വിനോ. ഇനി അശ്വിനി ദേവന്മാർക്ക് വേണ്ട പോലെ സോമത്തിൻ്റെ ഭാഗം കൊടുത്തോളാം എന്ന് സമ്മതിച്ചുകൊണ്ട് ആ പ്രശ്നം പരിഹരിച്ചു എന്ന് പറയുകയാണ്. അങ്ങനെയുള്ള അദ്ദേഹത്തിന് ആ ചരിത്രം പറഞ്ഞു. ശര്യാദി മഹാരാജാവിന് ഉത്താനബരിഹി, ആനർത്തൻ, ഭൂരിഷണൻ എന്നുള്ളതായ 3 മക്കളുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ ശര്യാദിയുടെ മകനായിട്ടുള്ള ആനർത്തനിൽ നിന്ന് രേവതൻ ഉണ്ടായി. അദ്ദേഹം കുശസ്ഥലി എന്നു പേരുള്ളതായ ഒരു നഗരം നിർമ്മിച്ച് സമുദ്രത്തിൻ്റെ മധ്യത്തിലാണ്. അവിടെ ഇരുന്നു കൊണ്ട് വിഷയസുഖങ്ങളെ എല്ലാം, അല്ലെങ്കിൽ രാജ്യഭരണം നടത്തി സുഖങ്ങളെല്ലാം അനുഭവിച്ചു എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് 100 മക്കളുണ്ടായിരുന്നു. അതിൽ കകുത്മിയായിരുന്നു ജ്യേഷ്ഠനായിരുന്ന ആൾ. ഈ കകുത്മിക്ക് രേവതി എന്ന് പറഞ്ഞൊരു കന്യക. അപ്പോൾ ഈ കന്യകയെ എന്താ വേണ്ട, വിവാഹം കഴിച്ചു കൊടുക്കേണ്ടി വരുമല്ലോ കുറച്ചു കാലം കഴിഞ്ഞാൽ. അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു എന്നാൽ പിന്നെ ബ്രഹ്മാവാണല്ലോ എല്ലാവരെയും തലയിൽ എഴുതുന്നതാണ്, അദ്ദേഹത്തിനോട് ചോദിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവും ആർക്കാ കൊടുക്കേണ്ടതെന്ന്. അതുകൊണ്ട് ഇദ്ദേഹം യോഗശക്തി കൊണ്ട് ഈ മകളെയും കൂട്ടി നേരെ ആ ബ്രഹ്മലോകത്തേക്ക് എത്തിച്ചേർന്നു. അവിടെ ചെന്നപ്പോൾ ബ്രഹ്മാവിൻ്റെ സഭയിൽ ഒരു സംഗീത കച്ചേരി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആവർത്തമാനെ ഗാന്ധർവേ, ഗാന്ധർവ എന്ന് വെച്ചാൽ സംഗീതവിദ്യ, ആ സംഗീതവിദ്യ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തനിയാവർത്തനം അല്ലെങ്കിൽ എന്താ പറയണേ, രാഗന്താനം പല്ലവിയൊക്കെ പാടിക്കൊണ്ടിരുന്നതുകൊണ്ട് കുറേ സമയം പോയി. ഇദ്ദേഹം ശല്യപ്പെടുത്തണ്ട എന്ന് വിചാരിച്ച് അവിടെ കേട്ടു നിന്നു. ഇതെല്ലാം കഴിഞ്ഞ് കച്ചേരി കഴിഞ്ഞ് ഇറങ്ങി വന്ന സമയത്ത് ഇദ്ദേഹം കന്യാവരം പരിപൃഷ്ടം. എന്താണാവോ, ഞാൻ ഭൂമിയിൽ നിന്നൊരു രാജാവാണ്, അങ്ങനെ ഒരു കാര്യം ചോദിക്കാം, ഇതെൻ്റെ മകള് രേവതി, ഇവളെ ആർക്കാ വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന് അറിഞ്ഞാൽ അത് കൊടുത്ത് എനിക്ക് തപസ് ചെയ്യാൻ പോയാൽ കൊള്ളാമെന്ന് മോഹമുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട സമയത്ത് ബ്രഹ്മാവ് വല്ലാതെ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അയ്യോ എന്താ രാജാവ് ഈ പറഞ്ഞത്, അങ്ങ് വിചാരിച്ച കാര്യം നടക്കാൻ വളരെ വിഷമമാണ്. കാരണം അങ്ങയുടെ ചിന്തയ്ക്ക് പറ്റിയതില്ല. അഹോരാജൻ നിരുദ്ധാസ്തേ കാലേന ഹൃദയേ കൃതാഹ. മനസ്സിൽ വെച്ചിരുന്ന കാര്യമൊക്കെ കാലം വല്ലാതെ കഴിഞ്ഞു പോയതുകൊണ്ട് ഇനി നടക്കില്ല. അങ്ങ് തൽപുത്രപൗത്രൻ അപ്തൃണാം ഗോത്രാണിച്ച ന ശൃണ്മഹ. അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഇവനെ ഈ കുട്ടിയെ വെളിയൊഴിക്കേണ്ടിരുന്ന ആളുടെ മകനോ മകൻ്റെ മകനോ അല്ലെ അതിൻ്റെ മകനോ ഇങ്ങനെയുള്ളതായ ആ ഗോത്രങ്ങൾ തന്നെ ഈ ഭൂമിയിൽ കേൾക്കാൻ പോലും ഇല്ലെന്നാണ്. അപ്പോൾ പിന്നെ എങ്ങനെ കൊണ്ട് കൊടുക്കാൻ പറ്റും? ഏതായാലും ഒരു പണി ചെയ്തോളൂ. ഇപ്പം 27 ചതുര്യുഗം ഭൂമിയിൽ കഴിഞ്ഞു എന്നാണ്. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം 4 ചേരുമ്പോഴാണ് ഒരു ചതുര്യുഗം. അങ്ങനെ 27 ചതുര്യുഗം കഴിഞ്ഞു. അതുകൊണ്ട് വേഗം പോയാൽ ഭഗവാന്റെ അംശത്തോടുകൂടി പിറന്നിരിക്കുന്ന ബലദേവൻ എന്ന് പറഞ്ഞാൽ ബലരാമൻ എന്നറിയപ്പെടുന്ന മഹാബലശാലിയായ ശ്രീകൃഷ്ണൻ്റെ ഏട്ടനായിട്ടൊരാളുണ്ട്. ആ ദ്വാരകയിൽ അദ്ദേഹത്തിനെ കൊണ്ട് സമർപ്പിച്ച കന്യാരത്നമിതം രാജൻ നരരത്നായ ദേഹിഭോ. ഈ കന്യാരത്നത്തിനെ നരരത്നമായിരിക്കുന്ന അയാൾക്ക് കൊണ്ട് കൊടുത്തോളൂ എന്ന് പറഞ്ഞു.
പെട്ടെന്ന് തന്നെ ഏതായാലും ഭൂമിയിലേക്ക് പോകുന്നു. ഇനി കാലം താമസിച്ച് ഇനി വേറെ ആൾ വേണമെന്ന് വിഷമമാവും. അതുകൊണ്ട് വേഗം ദ്വാരകയിൽ എത്തിച്ചേർന്നു. നമ്മളത് കേൾക്കും എപ്പോഴാണ് ജരാസന്ധനുമായിട്ടുള്ള ആ അവസാനത്തെ 18ാമത്തെ യുദ്ധത്തിൽ അയാളെ ഒന്ന് ജയിപ്പിച്ച് വിട്ടിട്ട് അവിടുന്ന് രണ്ടുപേരും കൂടി ഒരു ചാട്ടം ചാടി നേരെ ദ്വാരകയിലേക്ക് എത്തിച്ചേർന്നപ്പോൾ ഇവർ രണ്ടുപേരും അച്ഛനും മകളും അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ബലശാലിയായിരിക്കുന്ന ബലരാമനായിട്ട് ഭൂഭാരാവതാരായ ഭഗവാൻ ഭൂതഭാവന, ഈ ഭൂമിയുടെ ഭാരം തീർക്കാനായിട്ട് രാമനെന്നും കൃഷ്ണൻ എന്ന പേരിലും ഭഗവാന്മാരെ അവതരിച്ചിട്ടുണ്ട്. അതിൽ രാമനായിട്ട് കൊടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ബ്രഹ്മാവിനെ നമസ്കരിച്ച് അദ്ദേഹം അവിടുന്ന് പോന്നു. എന്നിട്ട് ഇവിടെ വന്ന് സുതാം ദത്വ അനവദ്യാംഗീം ബലായ ബലശാലിനെ, ബലശാലിയായ ബലരാമനായിട്ട് മകളെ കൊടുത്തിട്ട് അദ്ദേഹം ബദരി എന്നു പേരുള്ളതായ ഭഗവാന്റെ നാരായണ നരനാരായണ ആശ്രമത്തിലേക്ക് തപസ്സിനായിട്ട് പോയി എന്നുള്ള ചരിത്രം പറഞ്ഞു. അതോടുകൂടി ആ ശര്യാദിയുടെ വംശവും പറഞ്ഞ് അവസാനിപ്പിച്ചു എന്ന് പറയുകയാണ്. അപ്പോൾ ഈ ഇനിയും മക്കളുടെ കഥകളുണ്ട് കേട്ടോ. പല രാജാക്കന്മാരെയും കഥകൾ കേൾക്കാനുണ്ട്. നൃഗൻ്റെ കഥ ഇനി നമുക്ക് വിസ്തരിച്ച് പിന്നെയും കേൾക്കാം. അതുപോലെ നഭകൻ എന്ന് പറഞ്ഞ രാജാവിൻ്റെ ചരിത്രം പറയാൻ പോകുന്നുണ്ട്. അങ്ങനെ ഇതിൽ കുറേ രാജാക്കന്മാരായി ഈ മനുവിൻ്റെ പുത്രന്മാരുടെ കഥകൾ മുഴുവൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഈ ഭാഗവതത്തിൽ ഇതുപോലെയുള്ള ഓരോ അത്ഭുത രാജാക്കന്മാരെയും ചരിത്രം പറഞ്ഞു വെച്ചാൽ നമുക്കൊക്കെ ഈ കഥകളിലുള്ള താല്പര്യം, കുട്ടികൾക്കൊക്കെ പറഞ്ഞില്ലേ പണ്ട് ശർക്കരയ്ക്കകത്തൊക്കെ പൊതിഞ്ഞ് ഗുളിക കൊടുക്കുന്ന സമയത്ത് അവർക്ക് ആ മരുന്നാണെന്ന് അറിയാതെ ഈ ശർക്കര കഴിക്കുമ്പോൾ അതിൽ കൂടി ആ കാര്യങ്ങൾ ചെല്ലും എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഇപ്പം നമ്മളെന്താ കണ്ടത്, ഓരോ ഒന്നാമത്തെ കഥ സുദ്യുമ്നൻ്റെ കഥയിൽ കൂടി നമ്മൾക്ക് അനുഭവിക്കാനുള്ള സാധനം ആണായിട്ടും പെണ്ണായിട്ടും ഒക്കെ എന്താണ് ആ പ്രാരബ്ധം, അത് അനുഭവിച്ചേ പറ്റൂ എന്നിട്ടും അതിലൊന്നും ദുഃഖിക്കാതെ അദ്ദേഹം ഭഗവാനെ തപസ് ചെയ്ത് ഭഗവാൻ ലോകത്തേക്ക് എത്തിച്ചേർന്നു എന്നുള്ള ചരിത്രം. അപ്പം നമുക്ക് വരുന്നതായ സുഖത്തിനെയും ദുഃഖത്തിനെയും കുറിച്ചോർത്ത് അവനാണ് എൻ്റെ ദുഃഖത്തിന് കാരണം ഇവനാണെന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യം അല്ലേ. നമ്മൾ ഭിക്ഷുഗീതയിൽ ഓരോന്നും പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ പ്രാപ്തം അബുദ്ധ്യത, നമുക്ക് വന്നൊക്കെ എനിക്ക് വരേണ്ടതാണ് എന്ന് ഉള്ളത് മനസ്സിനോട് ഉറപ്പിച്ചാൽ ആരോടും ഒരു വിരോധത്തിൻ്റെ കാര്യമില്ലാതെ മനസ്സിനെ നിയന്ത്രിച്ചു. സർവേ മനോനിഗ്രഹലക്ഷണാന്താഹ, നമ്മളെന്തിനാ ഈ ദാനം, തപസ്, ഹോമം, ജപം, സ്വാധ്യായം ഇങ്ങനെ അനവധി സൽക്കർമ്മങ്ങൾ ചെയ്യും. ഈ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ മുഴുവൻ ഉദ്ദേശം എന്താ? നമ്മുടെ ആഗ്രഹം സാധിക്കുകയാണോ? ഒന്നുമല്ല. നമ്മൾ വിചാരിക്കും ഇന്നത് 108 ഉരു ജപിച്ചാൽ ഇന്ന ഫലം കിട്ടും, അല്ലെങ്കിൽ 1,00,000 ഉരു ലഭിച്ചാൽ അതൊക്കെ കിട്ടുമായിരിക്കും. പക്ഷെ അതല്ല ആത്യന്തികമായ ലക്ഷ്യം. സർവേ മനോനിഗ്രഹലക്ഷണാന്താഹ, മനസ്സിനെ നിയന്ത്രിച്ച് സുഖമായാലും ദുഃഖമായാലും ഞാൻ ഈശ്വരനെ ഭജിച്ചുകൊണ്ട് ഇങ്ങനെ തന്നെ സഞ്ചരിക്കും എന്നുള്ളതായ അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരണം, മനസ്സിനെ എത്തിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ രാജാക്കന്മാരുടെ കഥകളെല്ലാം കേട്ട് അവർക്കൊക്കെ സങ്കടം വന്നില്ലേ, അവരെന്താ ചെയ്ത് ഭഗവാനെ മുറുകെ പിടിച്ചു അല്ലേ. ഗുരുവിൻ്റെ ഒന്നും അറിയാതെ ചെയ്ത പാപത്തിന് പോലും തനിക്ക് ഗുരു തന്നെ ശപിച്ചു. എന്നിട്ടും അയാൾക്കൊരു പരാതി ഉണ്ട്, അയാൾ ഭഗവാനെ ശരണം പ്രാപിച്ചു. അതുപോലെ തന്നെ അല്ലെ സുകന്യയുടെ കഥ, ആ കൊച്ചുകുട്ടിക്ക് അല്ലെ എന്തുണ്ടായിട്ടാ ഇങ്ങനൊരു അബദ്ധം കാണിച്ചപ്പോൾ അതുകൊണ്ടൊരു വലിയ ജീവിതത്തിൽ തീരാത്തൊരു ദുഃഖം. പക്ഷേ ഭർത്താവിനെ സന്തോഷിപ്പിച്ചാൽ, തപസ്വിയായി ഇദ്ദേഹത്തെ സന്തോഷിപ്പിച്ചാൽ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല എന്നുള്ള വിചാരം കൊണ്ടാണ് അദ്ദേഹത്തിന്. അപ്പോൾ ഗുരുവിൻ്റെ അനുഗ്രഹം അല്ലെ, ബലി അതല്ലേ കാണിച്ചു തന്നത്. ശുക്രാചാര്യന് തന്നെ ഇന്ദ്രൻ്റെ സിംഹാസനത്തിൽ ഇരുത്തി ആ സ്വർഗ്ഗസുഖം മുഴുവൻ നേടിത്തന്നപ്പോൾ എന്താ വിചാരിച്ച്, മരിച്ചുപോയ എന്നെ പോലും ജീവിപ്പിച്ച ആളാണ് ഈ ശുക്രാചാര്യൻ. ഇപ്പോൾ ഇന്ദ്രൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ കാരണവും ഈ ഗുരുവിൻ്റെ അനുഗ്രഹമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഗുരുനാഥനെ സന്തോഷിച്ചാൽ ഈ ലോകത്ത് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല എന്നുള്ള വിചാരത്തോടുകൂടി സർവാത്മനാഥാന ഭജൽ ഭൃഗുൻ ബലിശിഷ്യോ മഹാത്മാ അർത്ഥനിവേദനേന എല്ലാം സമർപ്പിച്ചപ്പോൾ ഗുരുനാഥൻ സന്തോഷമായി. നിന്നെ ഒരു പ്രാവശ്യം ഇന്ദ്രൻ്റെ സിംഹാസനത്തിരുത്താനല്ല ഞാൻ ഉദ്ദേശിച്ചത്, നിന്നെ ഞാൻ സ്ഥിരമായിട്ടിരുത്തും എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൊണ്ട് അശ്വമേധയാഗങ്ങൾ അങ്ങനെ നടത്തിച്ചു. അവസാനം ഭഗവാൻ പോലും എന്താ അതിഥിയുടെ മുമ്പിൽ ഒന്ന്, അമ്മ വിചാരിച്ച കാരണം അത്ര എളുപ്പത്തിൽ അങ്ങനെ സാധിക്കുമെന്ന് വിചാരിക്കേണ്ട കേട്ടോ എന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തപശക്തി മുഴുവൻ ശിഷ്യന് വേണ്ടി ചിലവാക്കിയിരിക്കുന്ന സമയമാണ്. ഞങ്ങൾ ത്രിമൂർത്തികൾ വിചാരിച്ചാൽ പോലും അയാളുടെ മുമ്പിൽ നിൽക്കാൻ പറ്റില്ല. ഒന്നും ആലോചിച്ച് നോക്കൂ. ഭഗവാൻ പോലും പറയുകയാണ്, ഈ ഇത്രയും ഗുരുവിൻ്റെ അനുഗ്രഹം കിട്ടിയ ഇയാളെ ബലം കൊണ്ടൊന്നും തോൽപ്പിക്കാൻ സാധിക്കില്ല. ഗുരുവിന് എന്നാണോ ഒരു അപ്രിയം തൻ്റെ ശിഷ്യനുണ്ടാവണം അത്രയും കാലം പ്രതീക്ഷിതമാണ്, കുറച്ചു കാലം കാത്തിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളും മനസ്സിലാക്കേണ്ട ഇതുപോലുള്ളതായ ചില ഗുണങ്ങൾ, ചില തത്വങ്ങളാണ് ഈ കഥകൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ള കാര്യം
ബോധിപ്പിച്ചുകൊണ്ടാണ് ഈശാന കഥ എന്നുള്ള അതിൻ്റെ ഒരു തുടക്കമായിട്ടുള്ളൂ. ഇനി അനവധി രാജാക്കന്മാരുടെ ചരിത്രം പറയാനുണ്ട്. അതെല്ലാം മറ്റ് മഹാത്മാക്കളിൽ നിന്ന് കേൾക്കാൻ ഇടവരട്ടെ. ഇത്രയും സമയം നിങ്ങളുടെ മുമ്പിൽ ഈ സൂര്യവംശ രാജാക്കന്മാരുടെ ചില ചരിത്രം പറയുകയും ഭഗവാന്റെയും ഭക്തന്മാരുടെയും മഹാത്മ്യ അനുസ്മരിക്കാൻ ഒരു അവസരം കിട്ടിയതിന് എൻ്റെ ഗുരുക്കന്മാരോടും ഗുരുവായൂരപ്പനോടും മള്ളിയൂർ ഗണപതിയോടും ഒക്കെയുള്ള എൻ്റെ കൃതജ്ഞത ഞാൻ അറിയിച്ചുകൊള്ളുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. അഖില ഭാരത ശ്രീമദ് ഭാഗവതാമൃത സത്രം സത്രവിധിയിൽ നമ്മെ അനുഗ്രഹിച്ച ബ്രഹ്മശ്രീ കല്ലാനിക്കാട് ചന്ദ്രശേഖരൻ നമ്പൂതിരി അദ്ദേഹത്തിന് ആദരവ്. കല്ലാനിക്കാട് ചന്ദ്രശേഖരൻ നമ്പൂതിരി അദ്ദേഹത്തെ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി അദ്ദേഹം ഇപ്പോൾ ആദരവ് സമർപ്പിക്കുന്നു. ഭാഗവത കഥാഗോകുലത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നൂറ്റിനാലാം ഭാഗവത ഹംസ ജയന്തി ആഘോഷത്തോടനുബന്ധിച്ച് അഖില ഭാരത ശ്രീമദ് ഭാഗവതാമൃത സത്രം